അപ്പോൾ ഹലോ സർ, ഹലോ ആൾ, ഗുഡ് ഈവനിങ്. അപ്പം ഇന്ന് ഞങ്ങൾ എല്ലാവരും ട്രെയിനേഴ്സ് ടോക്കിന്റെ ഒരു സെഷനിൽ പങ്കെടുക്കാനാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം ഷീബ ഫ്രം കണ്ണൂർ. ഞാൻ ബേസിക്കലി മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് ആണ്. പിന്നെ ഫൈസൽ സാറിന്റെ ട്രെയിൻ ദ ട്രെയിനേഴ്സ് 13th ബാച്ചിലർ സ്റ്റുഡന്റ് ആണ്. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫൈസൽ സാർ ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇതെന്റെ ഫസ്റ്റത്തെ ഒരു ട്രെയിൻ സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ അപ്പം ഞങ്ങള് ഒരു ട്രെയിനർ ആവാന്ന് പറയുന്നത് പൊതുവെ ഒരു സ്വപ്നമാണ്. ഒരുപാട് പേർക്കൊരു സ്വപ്നമാണ്. അത് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരു ആത്മവിശ്വാസക്കുറവ് കൊണ്ട് പലരും അതിലെത്തിപ്പെടുന്നില്ല. ബട്ട് ഇപ്പം അതിനുള്ള സാഹചര്യം ഒരുപാടുണ്ട്. ഞങ്ങൾക്കൊരു നല്ലൊരു ട്രെയിനറെ കിട്ടുക ഫസ്റ്റത്തെ ഒരു ഇത്. അപ്പൊ അത് എനിക്ക് സർ ഫൈസൽ സാറിന്റെ വിംബിൾ അക്കാഡമിയിൽ എനിക്ക് കിട്ടി. ഒരു നല്ലൊരു ട്രെയിനിങ് ഇത് ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ അത് കുറച്ച് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി അതിപ്പം നല്ല ഒരു പ്രോഗ്രസ് ആണ്, നല്ലൊരു ട്രെയിനിങ് ആണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. So it's a very effective training session that I'm going through. അപ്പം പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാല് പിന്നെ as you all know, പിന്നെ വിംബിൾ അക്കാഡമി സംഘടിപ്പിച്ചു വരുന്ന ഒരു ട്രെയിനേഴ്സ് ടോക്ക് എന്ന് പറയുന്ന ഒരു സെഷനിലാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിരിക്കുന്നത്. പിന്നെ അതിലെല്ലാവർക്കും പിന്നെ ഈ ട്രെയിനിങ് കഴിഞ്ഞവർക്കൊക്കെ ഒരു ടോപ്പിക്സ് എടുക്കാനുള്ള ഒരു സാഹചര്യമാണ് ലഭിക്കുന്നത്. ഒരു ട്രെയിനർ ആയിക്കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ കയ്യിലുള്ള സ്കിൽസ് അല്ലെങ്കിൽ അറിവ് ഞങ്ങൾക്ക് മറ്റുള്ളവരെ പബ്ലിക്കിലേക്ക് ഞങ്ങൾക്ക് കൊടുക്കാന്നുള്ള ഒരു സാഹചര്യമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ട്രെയിനർ ആവുന്നതിനെ കൊണ്ട്. അത് ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഞങ്ങളിലുള്ള ഒരു സ്കിൽ അല്ലെങ്കിൽ അറിവ് നമ്മൾക്ക് മാസ്റ്റർ ആവാനും കൂടി കഴിയും ഞങ്ങൾ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതോറും. അതാണ് ഏറ്റവും വലിയൊരു കൊടുക്കുന്ന ആൾക്കും ലഭിക്കുന്ന ആൾക്കും രണ്ടാൾക്കും ഗുണം കിട്ടുന്ന ഒരു മേഖലയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. വി ക്യാൻ ബിക്കം മാസ്റ്റേഴ്സ് ഇൻ ദാറ്റ്. സോ ഐ തിങ്ക് എന്ത് അറിവുണ്ടെങ്കിലും ഞങ്ങൾക്ക് പകർന്നു കൊടുക്കാനുള്ള മനസ്സുള്ളവർക്കൊക്കെ ട്രെയിനർ ആവുക എന്നുള്ളത് ഒരു നല്ലൊരു അഭിലാഷമാണ്. ആൻഡ് ഐ ഹോപ്പ് എല്ലാവരും അത് മനസ്സിലാക്കി നല്ലൊരു ട്രെയിനർ ആവാൻ എല്ലാവർക്കും കഴിയട്ടെ. ഇവിടെ സാറിന്റെ ഇതിൽ ചേർന്നവർക്കൊക്കെ നല്ലൊരു ട്രെയിനർ ആവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഇന്ന് ഞങ്ങൾക്ക് സെഷൻ എടുക്കുന്നത് ട്രെയിനേഴ്സ് ടോക്കിൽ നമ്മൾക്ക് സെഷൻ എടുക്കാൻ വന്നിരിക്കുന്നത് സർ മധു കാവുങ്കൽ സാറാണ്. സാർ ഒരു എഴുത്തുകാരനാണ്, പിന്നെ ഒരു ട്രെയിനറും കൂടിയാണ്. സാർ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശ്രദ്ധയും പരിഗണനയും കുട്ടികളുടെ നല്ല വളർച്ചയിൽ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും സാറിന്റെ സെഷന് വേണ്ടിയിട്ട് ഞാൻ ഫൈസൽ സാറിന് ഞാനത് ഹാൻഡ് ഓവർ ചെയ്യാണ് മൈക്ക്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു ഷിബ മാം ഫോർ ദ വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ. വളരെ സന്തോഷം. ഇന്നത്തെ ഒരു ട്രെയിനേഴ്സ് ടോക്കിൽ നമ്മുടെ മധു സാറാണ് ഇന്നത്തെ ട്രെയിനേഴ്സ് ടോക്കിൽ നമ്മളുടെ അവതരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ട്രെയിനേഴ്സ് ടോക്ക് എന്നുള്ളത് ഒരു സീരീസ് ആണ്. വ്യത്യസ്തമായിട്ടുള്ള ദിവസങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളെ അധികരിച്ചുകൊണ്ട് ക്ലാസ്സുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ട്രെയിനർ ആവുക എന്നുള്ള ഒരു അഭിലാഷം നമുക്ക് ഇവിടെ നിന്ന് പൂർത്തിയാവുകയാണ്. നമ്മുടെ ട്രെയിനർ കോഴ്സിന്റെ ഒരു പൂർത്തീകരണമാണ് ശരിക്കും ട്രെയിനേഴ്സ് ടോക്കിലൂടെ നടക്കുന്നത്. കാരണം ക്ലാസ്സുകൾ കൊടുക്കുന്നു, അതിനിടയിൽ ടാസ്കുകൾ നൽകുന്നു, അതിനുശേഷം 10 മിനിറ്റിന്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രാക്ടീസുകൾ നടക്കുന്നു. അതിനുശേഷം നല്ല കോൺഫിഡന്റ് ആകുമ്പോഴാണ് നമ്മൾ 1 hour ടോക്കിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ശ്രീജ മാം ഒക്കെ ഇരിക്കുന്നുണ്ട്. ശ്രീജ മാം ഒക്കെ 1 hour ടോക്കിനൊക്കെ ശേഷം ഫിസിക്കലി വ്യത്യസ്തമായിട്ടുള്ള അക്കാദമികളിൽ പോയിട്ട് ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ 11ാമത്തെ ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഡിസയർ, നമ്മുടെ ഒരു ആഗ്രഹത്തെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കേവലം ഒരു 1 day പ്രോഗ്രാം എന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ഒരു മൈൻഡ് സെറ്റ് രൂപപ്പെടുത്താണ് ആദ്യം തന്നെ.
അതേമാതിരി നമ്മളൊരു ടീമിന്റെ കൂടെ ചേരുന്നു, നമുക്കിത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ആദ്യം ഒരു മൈൻഡ് സെറ്റ് രൂപപ്പെടാണ്. മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് സാധനവും നമ്മളൊരു ടീമിന്റെ കൂടെ, നമ്മളെപ്പോഴും പറയണം, നമുക്കൊരു പുതിയ ശീലം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ, ഇപ്പൊ മധു സാർ എഴുത്തുകാരനാണല്ലോ, അപ്പൊ നമുക്കൊരു എഴുത്തുകാരനാകണം, അല്ലെങ്കിൽ ഒരു വായനക്കാരനാകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എഴുത്തുകാരുടെ കൂടെ കൂടിയാൽ മതി. നല്ല എഴുത്തുകാരെ പിന്നെ കൂട്ടുകാരാക്കുക. അപ്പോ നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരെപ്പോഴും എഴുത്തിനെ കുറിച്ചായിരിക്കും പറയാ. അവരുടെ കൂടെ കോഫി കുടിക്കാൻ പോകുമ്പോഴും അവർ പറയും, ഞാൻ ഇന്ന് ഇന്ന പുസ്തകം വാങ്ങി. അതല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ നമ്മൾ ഗസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് ഇവരുടെ അലമാരകളിൽ പുസ്തകങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ പറയും, ഞാനിത് ഇന്ന് മേടിച്ചതാണ്, ഇത്ര പുസ്തകങ്ങൾ ഞാൻ വായിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഉള്ളിൽ ഒരു പുതിയ ഒരു ആഗ്രഹം, അതിന് കൂടുതൽ പിന്നെ നമ്മള് പിന്നെ അതിന് ഇമ്പ്രൂവ്മെന്റ് കിട്ടുകയാണ്. എന്നതുപോലെ തന്നെ നമ്മളൊരു ട്രെയിനിങ്ങിന്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മളുടെ ആ ഒരു ആഗ്രഹത്തെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ഒരു വിചാരം നമ്മളിൽ രൂപപ്പെടുകയാണ്. അങ്ങനെ അത് നമ്മൾ നേടിയെടുക്കുകയാണ് എന്നുള്ളതാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ കുട്ടികളുടെ നല്ല വളർച്ചയിൽ ശ്രദ്ധയും പരിഗണനയും കൊടുക്കുക എന്നുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് നമ്മുടെ മധു സാറ് പിന്നെ നമ്മുടെ ഇന്നത്തെ സംസാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ വളരെ സജീവമായിട്ട് നിലനിൽക്കുകയും ടാസ്കുകളൊക്കെ ചെയ്ത് വീഡിയോസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് അതേപോലെ തന്നെ നമ്മുടെ ബാച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ വളരെ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച ഒരാൾ. അതേപോലെ തന്നെ സാറിന് ഒരു ഗിന്നസ് റെക്കോർഡ് സാറിന്റെ പേരിലുണ്ട്. 365 ദിവസം തുടർച്ചയായിട്ട് കവിത എഴുതി എന്നുള്ള ഒരു റെക്കോർഡ് കൂടി സൃഷ്ടിച്ച ഒരാളാണ്. അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ട്രെയിനേഴ്സ് ബാച്ചിൽ സാറ് ജോയിൻ ചെയ്തതിലുള്ള ഒരു സന്തോഷം കൂടി നമുക്കുണ്ട്. അപ്പൊ ആ ഒരു ബാച്ചിനൊക്കെ ഒരു ഊർജം അവിടെ കിട്ടുന്ന രീതിയിലുള്ള ഇടപെടൽ സാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ സാറിനെ ഈ ഒരു സമയത്ത് അത്തരം വിഷയങ്ങൾ ഓർക്കുകയാണ്. റീസെന്റ് ഒരു അവാർഡ് കൂടി സാറിന് എഴുത്തു മേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ ഒരു സമയത്ത് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ സാറിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. സാർ പ്ലീസ്. ഏറ്റവും ബഹുമാന്യനായ ഫൈസൽ സാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച ഷീബ മാം, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യം ഞാൻ ക്ലാസ് പറയുന്നതിന് മുമ്പ്, സെഷന് മുമ്പ് ഞാൻ ഫൈസൽ സാറിനെ ഇവിടെ 2 വാക്ക് പറയുക. നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാം, പല തരത്തിൽ നിന്ന് നമ്മളത് ആർജിക്കുന്നുണ്ട്, അനുഭവത്തിലൂടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും വായനയിലൂടെയും ഒക്കെ. പക്ഷേ ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകരുക ഒരു കലയാണ്. ഈ കലയ്ക്കൊരു സ്ട്രക്ചറുണ്ട്, ഇത് നമുക്കറിയില്ല. ഇത് ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഫൈസൽ സാറിൻ്റെ ഈ ക്ലാസ്സിലൂടെയാണ്. 1 മണിക്കൂർ ഫൈസൽ സാറിൻ്റെ ക്ലാസ് ഒരു ധ്യാനം പോലെയാണ്. സത്യം പറഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെയായിരുന്ന ക്ലാസ്. അതുകൊണ്ട് തന്നെ പരമാവധി ഞാൻ ഒരു ക്ലാസ്സോ മറ്റോ മിസ്സായിട്ടുള്ളൂ. അത് അത്രയ്ക്ക് എൻ്റെ ഏറ്റവും ക്ലോസ് റിലേറ്റീവ് ഒരാൾ ആക്സിഡൻറ്റിൽ ഡെത്ത് ആയതുകൊണ്ടാണ്. അല്ലാത്ത എല്ലാ ക്ലാസ്സുകളിലും ഞാൻ പങ്കെടുത്തിരുന്നു. ഒരിക്കലും മറക്കാത്തൊരു അനുഭവം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓഫ്ലൈൻ അല്ലാന്നിട്ട് കൂടി, ഓൺലൈൻ ആയിട്ട് കൂടി അത്രയ്ക്ക് ഒരു ഹൃദയബന്ധം നമ്മൾക്ക് പലർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു മീഡിയ ആയിട്ട് ആ ട്രെയിനിങ് മാറി എന്നുള്ളതാണ്. എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ സെഷനിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വിഷയം ശ്രദ്ധയും പരിഗണനയും കുട്ടികളുടെ നല്ല വളർച്ചയും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാവി തലമുറ എങ്ങനെയായിരിക്കുമോ അതിനെ ഗണിച്ചാണ് ഒരു രാഷ്ട്രത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ വളർച്ചയും സുസ്ഥിതിയും നിലനിൽക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മുതിർന്നവർ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ, മറ്റു മുതിർന്നവർ ഒക്കെ ചെയ്യേണ്ടത്, നാളേക്ക് വേണ്ടി നമ്മളൊരു തൈ നടുന്നത് പോലെയാണ്. നാളേക്ക് വേണ്ടി നല്ല കായ്ഫലമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യരുത്. അപ്പൊ നമ്മൾ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ശ്രദ്ധ എന്ന വാക്കിനെ
വളരെ വലിയ അർത്ഥമാണ്. നമ്മൾ കുട്ടികളിൽ കൊടുക്കേണ്ട ശ്രദ്ധ സ്റ്റക്കായി പോയോ സാറേ? കേൾക്കുന്നില്ലല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. വരും സാർ, ഇപ്പൊ ജോയിൻ ചെയ്യും. ഔട്ടായിട്ടുണ്ട്. ഹലോ സാർ, കേൾക്കാവോ? കേൾക്കാം സാർ, കേൾക്കാം. ഇതിനിടക്ക് ഒരു സാങ്കേതിക തടസ്സം വന്നു. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ സോറി ചെയ്യൂ. കേട്ടോ. ഓക്കെ. ശ്രദ്ധ എന്ന് പറയുമ്പോൾ നമ്മൾ 2 തരത്തിലാണ് അത് നമ്മൾ വിവക്ഷിക്കുന്നത്. ഒന്ന്, രക്ഷിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ശ്രദ്ധ. മറ്റൊന്ന്, കുട്ടികൾ സ്വയം ഏറ്റെടുക്കേണ്ട ശ്രദ്ധ. അതിൽ രക്ഷിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ശ്രദ്ധയിൽ പ്രധാനമായും ഒന്നാമത്തേത്, കുട്ടികളുമായി നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കാൻ തയ്യാറാവുക. കുട്ടികളുമായി കുറച്ച് സമയം ചെലവഴിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ സംഭവിക്കുന്നത്, നമുക്കെല്ലാം തിരക്കാം. അപ്പോൾ സർക്കാർ ജോലിയുള്ളവരുണ്ട്, സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നവരുണ്ട്, കാർഷിക മേഖലയിൽ തൊഴിലെടുക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളിലും സ്വന്തമായി വ്യവസായങ്ങൾ ചെയ്യുന്നവരുണ്ട്. അച്ഛനും അമ്മയ്ക്കും ശരിക്കും 2 പേർക്കും ജോലിയുള്ളപ്പോൾ അവർക്ക് ധാരാളം തിരക്കുണ്ടാവും. ഈ തിരക്ക് കൊണ്ട് തന്നെ അവർക്ക് കുട്ടികളുമായി അല്പനേരം സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. രാവിലെ വളരെ നേരത്തെ പോകുന്ന രക്ഷിതാക്കളെ, 2 പേർക്കും ജോലി ഉണ്ടെങ്കിൽ വളരെ നേരത്തെ പോകുന്നു, വളരെ വൈകി വരുന്നു. വൈകിട്ട് അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു. കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് തിരക്ക് എന്നൊരു വാക്കാണ്. പക്ഷെ നമ്മൾ എല്ലാവരും കഷ്ടപ്പെടുന്ന എന്തിനു വേണ്ടി? നമ്മുടെ മക്കൾക്ക് വേണ്ടി, അല്ല വരുന്ന തലമുറയ്ക്ക് വേണ്ടി. അപ്പൊ തിരക്ക് എന്ന പേരിൽ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചാൽ വരുന്ന അപകടത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കും. എന്തു തിരക്കായാലും അല്പസമയം കുട്ടികളുമായി നമ്മൾ ഇന്ററാക്ഷന് വേണ്ടി മാറ്റിവെച്ചാൽ അവർക്കൊരുപാട് നമ്മളോട് പറയാനുണ്ട്. അങ്ങനെ അവർക്കൊരുപാട് പറയാനുണ്ടപ്പോൾ നമ്മൾക്ക് അവരോട് അതിനെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ തിരിച്ചു പറയാനുണ്ടാവും. നമ്മുടെ രാജ്യത്തും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും നടക്കുന്ന നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു വകതിരിവ് കുട്ടികൾക്കുണ്ടാവും. വക തിരിച്ചറിയുവാനുള്ളൊരു ബോധം കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിൽ എങ്ങനെ ഫേസ് ചെയ്യണം, ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ, ഫേസ് ചെയ്യുവാനുള്ള ശക്തി, കരുത്ത് അവർക്കുണ്ടാവും. എന്നോടൊപ്പം എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ സമൂഹമുണ്ട് എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ആത്മബലം വലുതാണ്. ഈ ആത്മബലം അവർക്ക് വിഷയങ്ങളെ നേരിടാൻ കഴിയും. അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകും. അവരുടെ ടാലന്റ് അവർ തിരിച്ചറിയും. അവർക്ക് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു പ്രോത്സാഹനമായി ഈ ഇന്ററാക്ഷൻ മാറും. വീടുകളിലുള്ള സംസാരങ്ങൾ, അച്ഛനും അമ്മയും കുട്ടികൾക്ക് പലതും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് തിരിച്ചറിവുണ്ടാവുകയും അവർ നല്ല വഴിയിലൂടെ നടക്കുവാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും കുറച്ചു സമയം കുട്ടികളുമായി ചെലവഴിക്കുവാൻ ശ്രദ്ധിക്കണം. ആ അശ്രദ്ധ ഉണ്ടാകുന്നിടത്തൊക്കെ കുട്ടികൾ അലങ്കോലപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും മുൻപുണ്ടായിരുന്നു. മുൻപ് നമ്മൾ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ അച്ഛനും അമ്മയും നോക്കിയില്ലെങ്കിൽ നോക്കാൻ വേറെ ആൾക്കാരുണ്ടായിരുന്നു. അമ്മൂമ്മമാരുണ്ടായിരുന്നു, അപ്പച്ചിമാരുണ്ടായിരുന്നു, ചിറ്റപ്പന്മാരുണ്ടായിരുന്നു, അമ്മാവന്മാരുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇവരെ ശ്രദ്ധിക്കുവാനും ഇവരുമായിട്ട്
ഇരുന്നു പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഉള്ളൊരു ചുറ്റുപാടൊന്നും ഉണ്ടായിരുന്നു. ഇന്ന് അതില്ലാത്തതുകൊണ്ട് കുട്ടികളെ ഒറ്റപ്പെടുകയാണ്, അവർക്ക് ആരുമില്ലാതെയാവുകയാണ്. അവർ ഈ ഡിജിറ്റൽ മീഡിയയിലേക്ക് മാത്രം ജീവിതം മാറ്റുകയാണ്. അവർക്ക് ആശ്രയം അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ വരുന്ന നല്ലതും ചീത്തയും അവർ സ്വീകരിക്കും. ഇനി രണ്ടാമത് പറയാനുള്ളത് അച്ഛനമ്മമാരുടെ വഴക്കും തർക്കവും. തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അച്ഛനമ്മമാർ വീട്ടിൽ അലങ്കോലം ഉണ്ടാക്കുന്നത്, പരസ്പരം വഴക്കടിക്കുന്നു, പരസ്പരം കേൾക്കാൻ കൊള്ളാത്ത മോശപ്പെട്ട വാക്കുകൾ പരസ്പരം പറയുന്നത്. ഇത് കേൾക്കുന്ന ഒരു കുട്ടി തീർച്ചയായിട്ടും മാനസികമായിട്ട് തരും. അവൻ ഭാവിയിൽ ശരിക്കും ഒരു സമൂഹത്തിന്റെ റിബലായി വളരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം നിരന്തരമായി അസ്വസ്ഥമായ കുടുംബാന്തരീക്ഷം അവനെ ഒരുപാട് വ്യാകുലപ്പെടുത്തും. അവനിൽ ഡിപ്രഷൻ ഉണ്ടാവും, വിഷാദ രോഗിയായി ഭാവിയിലോ മാറും. ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ അച്ഛനും അമ്മയും മക്കളെ ശ്രദ്ധിക്കാതെ നിരന്തരമായി വഴക്കടിച്ചാൽ, നിരന്തരമായി പോരടിച്ചാൽ, നിരന്തരമായി സ്വസ്ഥതയില്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കിയാൽ ആ കുട്ടികൾ ഒരു 8 വയസ്സോടുകൂടി അവര് വീട്ടിൽ നിഷേധ സംസാരങ്ങൾ പറയാൻ തുടങ്ങും. അവർ എല്ലാത്തിനെയും നിഷേധിക്കും. അച്ഛൻ പറയുന്നതിനെ നിഷേധിക്കും, അമ്മ പറയുന്നതിനെ നിഷേധിക്കും, ഒന്നും പറഞ്ഞാൽ ഉൾക്കൊള്ളില്ല, തിരിച്ച് ചോദ്യങ്ങൾ മാത്രമായിരിക്കും. അച്ഛൻ്റെ അമ്മയുടെയും തെറ്റുകളെ മാത്രം ശ്രദ്ധിച്ച് വിരൽ ചൂണ്ടും. മറിച്ചൊരു 13 വയസ്സാകുമ്പോൾ ഇവൻ സമൂഹത്തിലേക്ക് ഇവന്റെ ഈ സ്വഭാവം പ്രകടിപ്പിക്കാൻ തുടങ്ങും. കൂട്ടുകാരിലേക്കും സ്കൂളിലേക്കും ഒക്കെ ഇവന്റെ ഈ നിഷേധ സ്വഭാവം പ്രകടിപ്പിക്കാൻ തുടങ്ങും. പഠിത്ത കാര്യങ്ങളിൽ സ്കൂളിലെ പൊതു നിയമങ്ങൾ ലംഘിക്കുക, സമയത്ത് സ്കൂളിൽ ചെല്ലാതിരിക്കുക, പറയുന്ന വിഷയങ്ങൾ പഠിക്കാതിരിക്കുക, പഠിച്ചു ചെല്ലാതിരിക്കുക, അപ്പോൾ അധ്യാപകൻ തല്ലുകയാണെങ്കിൽ ചൂരിൽ കയറി പിടിക്കുക. ഇങ്ങനെ നിഷേധാത്മകമായ സ്വഭാവങ്ങൾ ഒരു 13 വയസ്സോടുകൂടി കാണും. 18 വയസ്സാകുമ്പോൾ ഇവന്റെ ഈ സ്വഭാവം സമൂഹത്തിലേക്ക് വ്യാപിക്കും. അങ്ങനെ ഇവൻ സമൂഹത്തിലെ ഒരു സാമൂഹ്യ വിപത്തായി വളരുവാനുള്ള സാധ്യത വളരും. ഈ സമൂഹത്തിലെ മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമപ്പെട്ട് ഈ മാലപറി, ബലാത്സംഗം അടക്കമുള്ള ഈ പീഡനങ്ങൾ അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന തലമുറയെ, കുട്ടികളെ പരിശോധിച്ചാൽ, പുറകോട്ടൊന്ന് നമ്മൾ സഞ്ചരിച്ചാൽ അവരുടെ കുടുംബാന്തരീക്ഷം അസ്വസ്ഥതയിൽ നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ തീർച്ചയായും മോശക്കാരായി വരുന്നത്. അത്തരം കുട്ടികളുടെ ഒരു സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്തായിരിക്കും അവസ്ഥ? സത്യവും നീതിയും ധർമ്മവും സഹാനുഭൂതിയും സ്നേഹവും കരുണയും ആർദ്രതയും ദയവും എല്ലാം നശിക്കും. ആ അവസ്ഥയിലേക്ക് അവനെ എത്തിച്ചത് ആരാണ്? കുടുംബമാണ്, സമൂഹമാണ് അവനെ എത്തിച്ചത്. അപ്പോൾ ഒരു കഥ, നമ്മൾ പഴയ ഒരു കഥയുണ്ട്. ഒരു വലിയൊരു ചിത്രകാരൻ യേശുദേവനെയും പിന്നെ ജൂദാസിനെയും വരച്ച ഒരു കഥയുണ്ട്. നമുക്കറിയാം കഥ, എല്ലാവർക്കും അറിയാം അല്ലേ? അതായത് ചിത്രകാരൻ ഉണ്ണിയേശുവിനെ വരക്കുവാൻ ഒരു മോഡൽ തിരക്കി നടക്കുകയാണ്. ഗ്രാമാന്തരങ്ങൾ നടന്ന് അവസാനം, ഞാൻ കഥ ചുരുക്കി പറയുകയാണ്, അവസാനം ഒരു വളരെ കോമളത്വമുള്ള, വളരെ ഭംഗിയായ, ദയാവായ്പുള്ള, സുമുഖനായ, നക്ഷത്രത്തെ പോലെ തിളങ്ങുന്ന ഒരു കുഞ്ഞു കുട്ടിയെ കിട്ടി. അദ്ദേഹം വളരെ ഓമനത്തോടുകൂടി ആ കുട്ടിയെ മോഡലാക്കി ഉണ്ണിയേശുവിനെ വരച്ചു. ലോകപ്രശസ്തമായ ഒരു ചിത്രം. ഉണ്ണിയേശുവിൻ്റെ ആ ഒരു ഭാവം, ഉണ്ണിയേശുവിൻ്റെ പുഞ്ചിരി, ഉണ്ണിയേശുവിൻ്റെ ലാളിത്യം, ആ നൈർമല്യം ഒക്കെ നിറഞ്ഞ ഒരു കൊച്ചുകുട്ടി, നല്ല ഉണ്ണിയേശു. ഒരു 10-30 വർഷം കഴിഞ്ഞ് ഇതേ ചിത്രകാരൻ യുവദാസിനെ വരക്കുന്നതിന് വേണ്ടി ഒരു മോഡൽ തിരക്കി പോവുകയാണ്. അപ്പോൾ ഒരു ക്രൈം ചെയ്ത ഒരു ക്രിമിനലിനെ വേണം, ഒരു കുറ്റവാളിയെ കിട്ടണം, എന്നാലേ ആ ഒരു മുഖം കിട്ടുള്ളൂ. അതിനുവേണ്ടി അദ്ദേഹം അവിടുത്തെ ഏറ്റവും വലിയ ജയിലിൽ ചെന്നിട്ട് ഒരു കുറ്റവാളിയെ തപ്പിപ്പിടിച്ച് കുറേ പേരെ കണ്ടു, ശരിയായില്ല. അവസാനം ഒരു കുറ്റവാളിയെ പിടിച്ചുകൊണ്ട് നിർത്തി മോഡലാക്കി യുവദാസിന്റെ പടം വരയ്ക്കുക. യുവദാസിന്റെ പടം വരച്ച് കഴിഞ്ഞപ്പോൾ ഈ കുറ്റവാളി പറയാണ്, അല്ലയോ മഹാനുഭാവ, 30 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ തന്നെയാണ് അങ്ങ് ഉണ്ണിയേശുവായി മോഡലാക്കിയത്. അപ്പോൾ ഒരു ഉണ്ണിയേശുവിനെ ഒരു യൂദാസാക്കി വളർത്തിയിൽ അവന്റെ കുടുംബത്തിനും സമൂഹത്തിനുമുള്ള പങ്ക് നമ്മൾ പരിശോധിച്ചാൽ വളരെ വലുതാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം, അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, അവരെ പരിഗണിക്കണം. അതുകൊണ്ട് വീട്ടിൽ വഴക്കുണ്ടാക്കരുത്. വഴക്കുണ്ടാക്കിയാലും സംസ്കാര ശൂന്യമായ പദങ്ങൾ ഉപയോഗിക്കരുത്, പരസ്പരം വെല്ലുവിളിക്കരുത്, പരസ്പരം ആക്രമിക്കരുത്. സൗന്ദര്യപ്പിണക്കൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും, അതേ ആകാവൂ. അത് നമ്മൾ അച്ഛനമ്മമാർ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. മറ്റൊന്നാണ്
ഈ കുട്ടികളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുവാൻ, താരതമ്യം ചെയ്യുവാൻ ഒരിക്കലും അച്ഛനമ്മയും മുതിരരുത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഓരോ കുട്ടിയും ഒരു ഇൻഡിവിജ്വലാണ്, ഒരു വ്യക്തിയാണ്. അവൻ്റെ വ്യക്തിത്വമാണ് ഏറ്റവും വലുത്. അവൻ്റെ വ്യക്തിത്വത്തെ മറ്റൊരു വ്യക്തിത്വവുമായി കമ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ഒന്നുമല്ല എന്നൊരു ധാരണ അവൻ്റെ ഉള്ളിൽ ചെറുപ്പത്തിലേ നമ്മൾ വളർത്തുക. ഒരു കുട്ടി മാർക്ക് അല്പം കുറഞ്ഞാൽ നീ അപ്പുറത്തെ വീട്ടിലെ അനൂപിനെ കണ്ട് പഠിക്കടാ, അവൻ മുഴുവൻ വാങ്ങിച്ചു, നിന്നെ എന്തിനു കൊള്ളാം, നിന്നെ എന്തിനു കൊള്ളാം, എന്തിനു കൊള്ളാം, എന്തിനു കൊള്ളാം എന്ന് നിരന്തരമായി കേട്ട് 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 ആ കുട്ടിയുടെ മനസ്സിൽ ആത്മവിശ്വാസം ഒരു കണിക പോലും ഉണ്ടാവില്ല. ഒരു കണിക പോലും ആത്മവിശ്വാസം ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവും. നിരന്തരം നെഗറ്റീവാണ് ഇത്. എന്നാൽ അച്ഛനും അമ്മയെ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഈ അനൂപ് ചിലപ്പോൾ പഠിച്ചു വലുതാവും, അല്ലെങ്കിൽ നന്നായി മാർക്ക് മേടിക്കും. അനൂപിനേക്കാൾ ഒരുപാട് കഴിവുകൾ തൻ്റെ കുട്ടിയിലുണ്ട്. ചിലപ്പോൾ നന്നായി പാട്ട് പാടും, ചിലപ്പോൾ നന്നായി പടം വരക്കും, ചിലപ്പോൾ നന്നായി ഓടും. അങ്ങനെ ഒരുപാട് കഴിവുകൾ തൻ്റെ കുട്ടിക്കുണ്ടെങ്കിലും അതൊന്നും അപ്രിഷ്യേറ്റ് ചെയ്യാതെ, അതൊന്നും അവനെ പ്രോത്സാഹിപ്പിക്കാതെ, അഭിനന്ദിക്കാതെ അവനെ മറ്റൊരു കുട്ടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അവൻ ശരിക്കും അവനിൽ ഒരു വിശ്വാസം അവനുണ്ടാവില്ല. അവൻ്റെ കഴിവുകളിൽ അവന് വിശ്വാസം ഉണ്ടാവില്ല. ഉണ്ടായിരുന്ന കഴിവുകളെ അവൻ വെറുക്കാൻ തുടങ്ങും. എനിക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ടായിട്ടും എൻ്റെ അച്ഛനമ്മയെ അംഗീകരിക്കണം. അപ്പോൾ ഉള്ള കഴിവുകളെ പോലും അവൻ വെറുക്കാൻ തുടങ്ങും. അങ്ങനെ എത്രയോ എത്രയോ കുട്ടികൾ, മഹാരഥന്മാരാകേണ്ട കുട്ടികൾ പേടായി പോയിട്ടുണ്ടെന്നറിയാമോ? ചെറുതിലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ അറിവില്ലായ്മ. അപ്പോൾ അവരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരെ കേൾക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ പ്രധാനമായ ഈ രക്ഷകർത്താക്കളുടെ എല്ലാം ഒരു വിശ്വാസമുണ്ട്, നമ്മളൊക്കെയാണ് എല്ലാം, നമുക്കെല്ലാം അറിയാം, നമ്മൾ ഇത്രയും വയസ്സായി, നമുക്കെല്ലാം അറിയാം എന്നുള്ളൊരു ധാരണയിലാണ് നമ്മുടെ ജീവിതം. എന്നാൽ കുട്ടികൾ നമ്മളെക്കാൾ വളരെ മുന്നിലാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കിപ്പോഴും ഉണ്ടായിരുന്നു. ശരിക്കും അവരിന്ന് ജീവിക്കുന്ന ഈ ഡിജിറ്റൽ യുഗത്തിലാണ്. നമ്മൾ എപ്പോഴാണ് ജീവിച്ചത്? നമ്മൾ ജനിച്ചത് എപ്പോഴാണ്? നമ്മളൊരു 10-30 വർഷങ്ങൾക്ക് 40 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചവരൊക്കെ ഇപ്പോഴത്തെ കുടിയേറ്റക്കാരാ, ഈ ഡിജിറ്റൽ യുഗത്തിലേക്കുള്ള കുടിയേറ്റക്കാർ. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇപ്പോൾ ഇവിടെ ജനിച്ച കുട്ടികൾ ഇവിടുത്തുകാരാണ്, അഭയാർത്ഥികളല്ല, ഇവിടുത്തുകാരാണ്. അവർക്ക് ഇവിടുത്തെ ഭാഷയറിയാം, ഡിജിറ്റൽ യുഗത്തിലെ ഭാഷയറിയാം, ഡിജിറ്റൽ യുഗത്തിലെ സംസ്കാരം അറിയാം, ഡിജിറ്റൽ യുഗത്തിന്റെ കമ്മ്യൂണിക്കേഷൻ അറിയാം, ഡിജിറ്റൽ യുഗത്തിന്റെ മാന്യത അറിയാം, എല്ലാം അറിയാം. നമ്മൾ അവിടുത്തെ സാധനവും കൊണ്ട് ചുമന്നുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ് ഇപ്പോഴും. നമുക്കിതൊന്നും അറിയത്തില്ല. അറിയാതെ അവരെ ഒന്നും അറിയാത്തവരായി നമ്മൾ നടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നതൊന്നും കേൾക്കില്ല. ഞാൻ പറയുന്നത് തന്നെയാണ് ശരി എന്ന് ഓരോ അച്ഛനും അമ്മയും ശാഠ്യം പിടിക്കുമ്പോൾ ആ കുട്ടിയുടെ വ്യക്തിത്വം ഇല്ലാതാകും. ആ കുട്ടിക്കൊരു വ്യക്തിത്വമുണ്ട്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അതിനെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അത് ഈ പരിഗണനയിൽ പെടും. അവരെ പരിഗണിക്കുന്നതിൽ കൂടെ പെടുന്നൊരു കാര്യമാണിത്, അവരെ കേൾക്കുക എന്നുള്ളത്. ഒരു കൊച്ചുകുട്ടി സ്കൂളിൽ നിന്ന് ഓടി വരികയാണ്. അമ്മയോട് അന്ന് നടന്ന സംഭവങ്ങൾ അമ്മയോട് അല്ലെങ്കിൽ അച്ഛനോടൊന്ന് പറയുവാൻ. ഓടി വരുമ്പോൾ അച്ഛനും അമ്മക്കും തിരക്കാം. ഇപ്പൊ അവിടെ പോയിരുന്ന് കളിക്ക്, എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് കുട്ടിയെ പായിക്കുകയാണ്. കുട്ടി ഓടി വന്നത് എന്തിനാ? ഒന്നെങ്കിൽ സ്കൂളിൽ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ മറ്റു കുട്ടികൾ ഇയാളോട് മോശമായി പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ വരുന്ന വഴിയിൽ റോഡരികിൽ വെച്ച് ഒരു അപരിചിതൻ ഈ കുട്ടിയെ വിളിച്ചെന്തോ പറഞ്ഞു. അത് എന്തെങ്കിലും കാര്യം വളരെ ഗൗരവമായി പറയുവാൻ ഈ കുട്ടി ഓടി വരുമ്പോൾ കേൾക്കാൻ നമുക്ക് പറ്റില്ല. അത് കുട്ടിയുടെ മനസ്സിൽ ഒരു വിങ്ങലുണ്ടാകും, താൻ ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ. ഇപ്പൊ കുട്ടികൾക്ക് നേരെ ഫോണിലേക്ക് പോകും. ഈ നാച്ചുറലായിട്ടുള്ള സാധനം കിട്ടാതെ വരുമ്പോഴാണ് ഈ ഡിജിറ്റലിലേക്ക് അവർ പോകുന്നത്. അവർ ആഗ്രഹിക്കുന്ന പച്ചയായ സ്നേഹവും പച്ചയായ പരിഗണനയും കിട്ടാതെ വരുമ്പോൾ അവർ ഇതിലേക്ക് പോകും. അതുപോലെ തന്നെ മറ്റൊരു കുഴപ്പമുണ്ട്, ഇവരെ കേൾക്കുവാൻ പുറത്തൊരാൾ തയ്യാറായാൽ അവർക്ക് വേണ്ടി നിന്നു കൊടുക്കും. അവരോട് അച്ഛനോടും അമ്മയോടും തോന്നുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഹൃദയബന്ധം ഉണ്ടാക്കിയെടുക്കും. നമ്മൾ എവിടെയെങ്കിലും കൊണ്ടൊരു വൃക്ഷം നട്ടാലേ അത് വളർന്നു വരുമ്പോൾ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് അത് വളഞ്ഞു പോകുന്ന കണ്ടുണ്ട്, ഒരു വളവുണ്ടാവും. തെങ്ങൊക്കെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന കണ്ടുണ്ട്. മേളിൽ എന്തെങ്കിലും സൂര്യപ്രകാശത്തിന് തടസ്സമുണ്ടെങ്കിൽ സൂര്യപ്രകാശം കിട്ടുന്ന മറ്റൊരു സ്ഥലത്തേക്ക് ഇതിന്റെ കൂമ്പ് വളഞ്ഞിങ്ങനെ മേലോട്ട് പോകും. അപ്പൊ അത്തരം വളവുകൾ നമ്മുടെ കുട്ടിയിലുണ്ടാവും. എന്താ?
ഡയറക്റ്റ് ഉള്ള സൂര്യപ്രകാശം കിട്ടാതെ വരുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൂര്യപ്രകാശത്തെ തേടി അവർ പോവുകയാണ്. അപ്പോൾ പുറത്തൊരാൾ ഇവരെ കേൾക്കുവാനുള്ളപ്പോൾ അവർക്ക് വേണ്ടി ഇവർ സമയം കണ്ടെത്തും, അവരുമായി ഒരു ഹൃദയബന്ധമുണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ പുറത്തുള്ളവർക്ക് ഈ കുട്ടികളെ ഒത്തിരി മിസ്യൂസ് ചെയ്യാൻ പറ്റും, ഒരുപാട് ചൂഷണം ചെയ്യാൻ പറ്റും, ദുരുപയോഗം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകും. അതുകൊണ്ടാണ് ചിലർ പറയും, ഞാൻ എന്തോരം പാടുപെട്ട എൻ്റെ മോളെ വളർത്തിയത്, അവൾ ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്തു. ശരിയാണ്, സൈക്കിൾ വാങ്ങിക്കൊടുത്തു, കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്തു, നല്ല ബാഗ് വാങ്ങിക്കൊടുത്തു, നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തു, സൗന്ദര്യ വസ്തുക്കൾ വാങ്ങിച്ചു കൊടുത്തു, ചോദിക്കുന്ന എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താ, അവക്ക് കിട്ടേണ്ട പരിഗണനയോ പച്ചയായ സ്നേഹമോ ഒരു ഹൃദയബന്ധമോ ഉണ്ടാക്കിയെടുക്കാൻ അച്ഛനോ അമ്മക്കോ കഴിയാതെ വരുമ്പോൾ അത് കിട്ടുന്നിടത്തേക്ക് അവൾ പോവും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു തൊഴിലാളിയുടെ കൂടെ അങ്ങ് പോവും. അപ്പോഴാണ് അച്ഛൻ തിരിച്ചറിയുന്നത്, ഞാൻ കൊടുത്തതിനെയൊക്കെയാണ് അവൾ സ്നേഹിച്ചിരുന്നത്, എന്നെയല്ല. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. അപ്പൊ എന്താന്ന് വെച്ചാൽ അവർക്ക് പറയാനുള്ളത് കേൾക്കണം, നമുക്ക് പറയാനുള്ളത് അവരോട് പറയണം. അതിന് ഒരു കുറച്ച് സമയം, ഒരു അരമണിക്കൂറെങ്കിലും അച്ഛനും അമ്മയും കുട്ടികളുമായി ഒരു ഇന്ററാക്ഷൻ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അത് ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ആകാം. വൈകിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുത്താൽ തന്നെ, പണ്ടത് ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ സന്ധ്യക്ക് മുൻപ് വീട്ടിലെത്തുന്ന ആൺകുട്ടികൾ ഒരാളും വഴിപിഴച്ചു പോയതായിട്ടൊരു പഠനമില്ല. സന്ധ്യക്ക് മുമ്പ് വീട്ടിലെത്തി ശീലിക്കുന്ന ഒരു ആൺകുട്ടിയും വഴി തെറ്റില്ല. അതാണ് ആ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിന്റെ പ്രത്യേകത. അപ്പൊ നമ്മുടെ അച്ഛനമ്മമാർ, പേരൻസ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അടുത്ത വസ്തുത ഞാൻ പറയാം. അതായത് ഡിജിറ്റൽ യുഗത്തിലെ ഫോണും മറ്റു ഉപയോഗത്തെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, നമുക്ക് പലർക്കും പല കാര്യങ്ങളും അറിയില്ല. അവരെന്തൊക്കെയാണ് അതിനകത്ത് ചെയ്യുന്നത് എന്ന് പോലും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിൽ കുറച്ച് അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ തയ്യാറാവും. അച്ഛനമ്മയും അവർ ഫോണിൽ എന്തൊക്കെ ഉപയോഗിക്കുന്നു, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെന്തെങ്കിലും ഇതിനകത്ത് ഹിഡനായി ചെയ്യുന്നുണ്ടോ, അവരെന്തൊക്കെയാണ് ഇതിലൂടെ കളിക്കുന്നത്, ചെയ്യുന്നത്, നല്ല കാര്യങ്ങളാണോ ചീത്ത കാര്യങ്ങളാണോ എന്ന് കണ്ടുപിടിക്കുവാനും ശ്രദ്ധിക്കുവാനും ഒരു സമയം നമ്മൾ കണ്ടെത്തും. കാരണം അവർ അച്ഛനും അമ്മയും വന്നിട്ട്, അച്ഛനൊരു ഫോണുമായി ഒരു മുറിയിൽ, അമ്മ ഒരു ഫോണുമായി മറ്റൊരു മുറിയിൽ, ഇയാളൊരു ഫോണുമായി വേറൊരു മുറിയിൽ. അവിടെ എന്ത് നടക്കുന്നു എന്ന് പരസ്പരം അറിയും. മറിച്ച് വൈകുന്നേരങ്ങളിൽ പണ്ട് നമ്മുടെയൊക്കെ വീട്ടുകളിൽ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. കുട്ടികൾ പ്രാർത്ഥിക്കും, അച്ഛനും അമ്മയും ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ചു നേരം ഒരുമിച്ചിരിക്കും, അല്ല കുട്ടികൾ പഠിക്കാൻ പോകും. അത് കഴിഞ്ഞ് ഒരുമിച്ചിരിക്കുന്ന കുറെ വീടുകളുണ്ട്. ഇപ്പോഴും കിടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ചുകൂടെ ഭക്ഷണം കഴിച്ചിട്ട് അത്താഴമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കൂടെ, എനിക്ക് ഒരുപാട് വീടുകൾ അറിയാം, അത്താഴം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഉമ്മറത്തുനിന്ന് കുറച്ചു നേരം ഇരുന്ന് കാറ്റും കൊണ്ടുപോയി കിടക്കുന്ന വീട് നമുക്കറിയാം. അത്തരം അവസ്ഥകൾ, നാച്ചുറൽ അത്തരം അവസ്ഥകൾ നിരാകരിക്കുന്ന സ്ഥലത്താണ് എല്ലാവരും ഡിജിറ്റൽ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ. അത് വേണ്ടെന്നല്ല, അത് ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല. AI ഒക്കെ കാലഘട്ടമാണ്, ഒഴിവാക്കാനേ പറ്റില്ല. പക്ഷേ ഒഴിവാക്കുമ്പോൾ നമ്മുടെ തനത് ശൈലിയും ജീവിതത്തിന്റെ യഥാർത്ഥ നിലനിർപ്പിന് ആവശ്യമായ പ്രകൃത്യായുള്ള ഗുണങ്ങളും നമ്മൾ കളയും. അത് കളഞ്ഞാൽ എല്ലാം നശിക്കും, ഒന്നും ബാക്കി ഉണ്ടാവില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ ഭക്ഷണം, അതിൽ ശ്രദ്ധിക്കണം. ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇപ്പോഴും നമ്മൾ കൊടുക്കുന്നത് എന്താ, ഈ പ്രിസർവേഡ് ഫുഡ് കൊടുക്കരുത്. ഇപ്പൊ പൊതുവെ കണ്ടുവരുന്നൊരു കാര്യമുണ്ട്, കുട്ടികൾ സാവധാനം ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടില്ല. ഒന്ന്, കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഈ പ്രിസർവേഡ് ഫുഡ്, അത് കൊണ്ട് സംഭവിക്കുന്നത് ഡൈജഷൻ സിസ്റ്റത്തെ ഒരുപാട് ദോഷമായി ബാധിക്കുകയും ഈ കുട്ടികൾ എപ്പോഴും അസ്വസ്ഥരാണ്. എപ്പോഴും ഈ കുഞ്ഞുങ്ങളിൽ വരെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ ഡോക്ടർമാർ പറയും ഒരുപാട് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുമായിട്ട് വരുന്ന കൊച്ചു കുട്ടികളാണ്. കാരണം അവരുടെ ഫുഡാണ്. അവരുടെ ഫുഡ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. അവർക്ക് ആവശ്യമായ മിനറൽസും ആവശ്യമായ മറ്റു പോഷകങ്ങളും, അങ്ങനെ ഒരു ഫുഡിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈനംദിനം ആവശ്യമായ കലോറിയും അതോടൊപ്പം വേണ്ട വൈറ്റമിൻസും അതോടൊപ്പം വേണ്ട മിനറൽസും മറ്റു പോഷണങ്ങളും ഒക്കെ കൃത്യമായി ലഭിക്കുന്ന ഒരു സമീകൃത ആഹാര സമ്പ്രദായം നമ്മളിൽ അവർ വളർത്തിയെടുക്കും. അവർക്ക് ശരിയായ ഭക്ഷണം കൊടുക്കണം. അപ്പോൾ നമ്മൾ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ ഒരു ശൈലിയാണ് ഏറ്റവും ഗുണകരമായ ശൈലി. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളിൽ വ്യായാമം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അരമണിക്കൂറെങ്കിലും ജോക്കിങ്ങോ നടപ്പോ അല്ലെങ്കിൽ മറ്റു വ്യായാമങ്ങളോ അരമണിക്കൂർ ചെയ്യണം. 8 മുതൽ 25 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം ഒരു ദിവസം. ഏറ്റവും കുറഞ്ഞത് 8 മുതൽ 25
ഗ്ലാസ് വരെ വെള്ളം കുടിക്കുക. അത് കുട്ടികളെ ശീലിപ്പിക്കണം. രാവിലെ എണീറ്റ ഉടനെ നല്ല വെള്ളം 2 ഗ്ലാസ് കുടിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഒരുപാട് ടോക്സിക് നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്ന പറയും. അപ്പൊ ദിവസവും എക്സർസൈസ് കുട്ടികളെ പഠിപ്പിക്കണം, ദിവസവും വെള്ളം കുടിക്കാൻ പഠിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറികള്, ഇലക്കറികള് ദിവസവും കഴിക്കാൻ അവർ ശീലിപ്പിക്കണം. കാരണം ശീലമാണ്, ചുട്ടയിലെ ശീലം ചുടല വരെ. നമ്മളിത് ശീലിപ്പിക്കാതെ ഒരു 10-15 വയസ്സാകുമ്പോഴേക്കും നീ ഇനി ഇത് കഴിയെന്ന് പറഞ്ഞാൽ അവർ കഴിക്കില്ല. അവരെ ചെറുപ്പം വില വറുത്തതും പൊരിച്ചതും മാത്രം കൊടുത്ത് ശീലിപ്പിച്ചതാരാ? അവരല്ല. എന്തുകൊണ്ടാണ് ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ ഒരു കുട്ടി വെജിറ്റബിൾ മാത്രം കഴിക്കുന്നത്? അത് അവർക്ക് കിട്ടിയ ശീലമാണ്. അവർക്ക് കിട്ടിയ ശീലമാണ്. നമ്മുടെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ പൊതുവായി പറയുമ്പോൾ കുട്ടികൾക്ക് നോൺ വെജ് തന്നെ വേണം. കാരണം എന്താ? അത് ശീലമാണ്. നോൺ വെജ് വേണ്ട എന്നല്ല പറയുന്നത്. അതിനൊക്കെ കഴിക്കേണ്ട ഒരു സിസ്റ്റം നമ്മൾ ഏർപ്പെടുത്തണം. കുട്ടികളിൽ അസിഡിറ്റി ഉണ്ടാക്കുന്ന, അമ്ലഗുണമുള്ള ഭക്ഷണങ്ങൾ മാത്രം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത് പ്രശ്നമുണ്ടാകും. നമ്മുടെ ബ്ലഡിലെ pH വരെ മാറ്റം ഉണ്ടാകും. ഡൈജഷനെ ബാധിക്കും, മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ pH ലെവൽ ചെയ്ത് പോകണം. ആൽക്കലിൻ അടങ്ങിയ ഫുഡുകൾ നമ്മൾ വളരെ കുറച്ചാണ് കഴിക്കുന്നത്. അപ്പൊ പണ്ടൊക്കെ ഈ സദ്യയിലൊക്കെ അതിൻ്റെ ഒരു സമീകൃതമായ സിസ്റ്റമായിരുന്നു. ആൽക്കലിനുള്ള ഭക്ഷണവും ഉണ്ടാവും, അസിഡിറ്റി ഉള്ളതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടി ആൽക്കലിൻ കഴിക്കും. നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾ മുഴുവൻ അസിഡിറ്റി ഉണ്ടാക്കുന്ന ഫുഡ് മാത്രം, ഇറച്ചിയും മീനും അങ്ങനെയുള്ള മുളക്, പുളി, ഉപ്പ്, അങ്ങനെ എരിവ്, ഇതൊക്കെ അടങ്ങിയ അസിഡിറ്റി, വറുത്തതും പൊരിച്ചതും, അതൊക്കെ അസിഡിറ്റി ഫോം ചെയ്യുന്നതാണ്. അസിഡിറ്റി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ അസിഡിറ്റി ന്യൂട്രലൈസ് ചെയ്യുവാൻ പച്ചക്കറി അല്ലെങ്കിൽ ആൽക്കലീൻ അടങ്ങിയ ഫുഡുകൾ കൂടെ കഴിക്കുവാൻ കുട്ടികളെ ചെറുപ്പം മുതൽ ശീലിപ്പിക്കണം. നമ്മൾ ശീലിപ്പിച്ചിട്ടില്ല. അത് ഒരുപാട് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് അവർക്കുണ്ടാവുന്നു. ആവശ്യമില്ലാത്ത, ഉദാഹരണത്തിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രിസർവ്ഡ് ഫുഡിൽ അല്ലെങ്കിൽ ആഡഡ് ഷുഗർ അടങ്ങിയ ഫുഡ് ഒരുപാട് പിള്ളേർ കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഈ മെഡിറ്ററേനിയൻ ഫുഡ് ശൈലിയിൽ, ഡയറ്റിൽ പറയുന്നത് എല്ലാ ദിവസവും കഴിക്കാവുന്ന ഭക്ഷണം, ആഴ്ചയിൽ 4-5 ദിവസം കഴിക്കാവുന്ന ഭക്ഷണം, മാസത്തിൽ 1 ദിവസം മാത്രം കഴിക്കാവുന്ന ഭക്ഷണം, 2 ആഴ്ച കൂടുമ്പോൾ കഴിക്കാവുന്ന ഭക്ഷണം എന്നൊക്കെ തരം തിരിച്ചിട്ടുണ്ട്. പച്ചക്കറി ദിവസവും കഴിക്കാം, വെള്ളം ദിവസവും കുടിക്കാം, മത്സ്യം 4-5 ദിവസമേ കഴിക്കാവൂ ഒരാഴ്ച, മുട്ട 3-4 ദിവസമേ കഴിക്കാവൂ മുട്ട. ഇനി റെഡ് മീറ്റ്, രക്തനിറമുള്ള മാംസങ്ങൾ മാസത്തിൽ 1 ദിവസമേ കഴിക്കാവൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ആ ഒരു സിസ്റ്റത്തിൽ ആവശ്യമായ പച്ചക്കറികളും ആവശ്യമായ പോഷണമുള്ള മറ്റു ഭക്ഷണങ്ങളും ഒക്കെ ചേർത്ത് അവർക്ക് നല്ലൊരു ഭക്ഷണ സംസ്കാരം ഉണ്ടാക്കി കൊടുക്കണം. പ്രിസർവ് ഫുഡ് ഒന്നും പാടില്ല. അതുപോലെ പ്രോസസ് ചെയ്ത ധാന്യങ്ങൾ, ഈ മൈദ പോലുള്ള ധാന്യം, അതിനകത്തൊന്നുമില്ല. മൈദ പോലുള്ള ധാന്യങ്ങൾ, അതുപോലെ പ്രോസസ് ചെയ്തിട്ടുള്ള പാല് അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കണം. അത് കുട്ടികളെ അതൊരു ശീലമാക്കി എടുക്കണം. അപ്പം ഭക്ഷണ കാര്യങ്ങൾ പ്രധാനമാണ്. അവരുടെ ബുദ്ധിയെ ബാധിക്കും, അവരുടെ ശക്തിയെ ബാധിക്കും, അവരുടെ നിലനിൽപ്പിനെ ബാധിക്കും. ആരോഗ്യമല്ലേ സർവ്വധനാൽ പ്രധാനം. ആരോഗ്യമില്ലാത്തൊരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? എത്ര കോടി സമ്പത്തുണ്ടെങ്കിലും സ്വസ്ഥമായ ശാരീരിക അന്തരീക്ഷമില്ലെങ്കിൽ അവന്റെ കാര്യം പോകാം. അപ്പൊ കുട്ടികളെ ആരോഗ്യമുള്ളവരാക്കി വളർത്തിയെടുക്കുവാൻ വേണ്ടി അവരുടെ ആഹാരക്രമത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അനുകമ്പ ഉണ്ടാക്കുക. ഈ അനുകമ്പ എന്ന് പറയുന്ന ഒരു വികാരമുണ്ടല്ലോ, അതില്ലാത്തവർക്ക് ഒരിക്കലും ആരെയും സ്നേഹിക്കുവാനോ ആരെയും പരിഗണിക്കുവാനോ ആരുടെ കൂടെ നിൽക്കുവാനോ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ സഹാനുഭൂതി അത് വളർത്തിയെടുക്കണം. സഹാനുഭൂതി എന്ന് പറയുമ്പോൾ 2 രീതിയുണ്ട് അല്ലേ? സിമ്പതി ഉണ്ട്, എമ്പതിയും ഉണ്ട്. അതിൽ സിമ്പതിയും എമ്പതിയും. ഈ സഹാനുഭൂതി എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയൊരു വാക്ക് ഞാൻ പറയാം, ബയോക്രസി. കേട്ടിട്ടുണ്ടാവോ? ബയോക്രസി എന്ന് കേട്ടിട്ടുണ്ടോ? സാറ് കേട്ടിട്ടുണ്ടോ സാറേ ബയോക്രസി? ബയോക്രസി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, ഡെഫിനിഷൻ ആയിട്ട് എനിക്ക് പറയാൻ അറിയില്ല, പക്ഷെ അതിൻ്റെ ഒരു ആന്തരിക അർത്ഥം പറയാം. ഡെമോക്രസി നമുക്കറിയാം, ബ്യൂറോക്രസി അറിയാം, അതേപോലെ തന്നെ ബയോക്രസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ വളരെ വില കൂടിയൊരു കാർ, ഒരു BMW ആണെന്ന് കരുതുക, ഒരു കാറിൽ വരികയാണ്. അതിൻ്റെ ടയറിനൊക്കെ ഭയങ്കര വിലയാണ്. വളരെ സ്പീഡിൽ വന്നിട്ട് ബ്രേക്ക് ചെയ്താൽ ടയർ ചിലപ്പോൾ ഉരഞ്ഞ് എനിക്ക് ഒരുപാട് നഷ്ടമായിരിക്കും ഉണ്ടാകുക. അതിൻ്റെ ടയർ അങ്ങോട്ട് ഘർഷണം മൂലം തേഞ്ഞു പോയാൽ ഒരുപാട് നഷ്ടമുണ്ടാകുന്ന ഒരു കാര്യമാണ്. വളരെ വേഗത്തിൽ ഞാനിങ്ങനെ ഒരു BMW കാർ ഓടിച്ചു വരുമ്പോൾ ഒരു പൂച്ചക്കുട്ടി വട്ടം ചാടുക. ആ പൂച്ചക്കുട്ടിയുടെ പുറത്തുകൂടെ എൻ്റെ കാർ ഓടിച്ചു പോയി ആരാ ചോദിക്കാൻ? ഒരാളും ചോദിക്കാൻ വരില്ല. പൂച്ചക്കുട്ടിയുടെ അച്ഛനോ അമ്മയോ വരില്ല,
കേസെടുക്കാൻ പോലീസ് വരില്ല, ഒരു കോടതിയിലും ഇട്ടുപോവില്ല, ഒരു പരാതി ഉണ്ടാവത്തില്ല. പക്ഷെ എങ്കിലും ഞാൻ ഓടിക്കുന്നത് BMW ആണെന്നും എൻ്റെ കാറ് കർഷണം മൂലം അതിൻ്റെ ടയർ ഒരുപാട് തേഞ്ഞു പോകുന്നും ഒന്നും ചിന്തിക്കാതെ ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. അതാണ് ബയോക്രസി. അത് ഉണ്ടായില്ലെങ്കിൽ ഒരു കാലത്തും ഒന്നിലും വിജയിക്കാൻ നമുക്ക് കഴിയും. ഈ വിജയിച്ചവരൊക്കെ അതുള്ളവരാണ്. നമ്മൾ എടുത്തു നോക്കിയാൽ അവരൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്തോരം കഴിയും. ഇപ്പം നമ്മുടെ യൂസഫ് അലി സാറൊക്കെ എത്രയോ കോടിക്കണക്കിന് രൂപയാണ് ആൾക്കാർക്ക് സഹായിക്കുന്നത്. എത്രയോ കോടിക്കണക്കിന് രൂപ. അതെന്താ? ഈ ബയോക്രസിയുടെ ഭാഗമാണ്. ഒരുത്തൻ്റെ ദൈന്യത കാണുമ്പോൾ ഉള്ളലിവുണ്ടാകുന്ന ദയാവായ്പുണ്ടാകുന്ന ആർദ്രമായൊരു മാനസികാവസ്ഥയുണ്ട്. അതില്ലെങ്കിൽ വിജയിക്കാൻ പറ്റും. നമ്മുടെ കുട്ടികളെ അത് പഠിപ്പിക്കണം. അത് പഠിപ്പിക്കണമെങ്കിൽ പ്രകൃതിയുമായി അവർക്കൊരു ബന്ധമുണ്ടാക്കി, പ്രകൃതിയുമായി നിരീക്ഷണബോധം അവരിൽ വളർത്തണം. ചുറ്റുപാടുമുള്ള ആൾക്കാരെ പഠിക്കുവാനും ചുറ്റുപാടുമുള്ള ജന്തുക്കളെയോട് കരുണ കാണിക്കുവാനും സിദ്ധാർത്ഥനെ പോലെ ആക്കണം മക്കളെ. ആർദ്രതയുള്ളവരാകണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ പറ്റൂ. ബേസ് മനുഷ്യനാവുക എന്നുള്ളതാണ്. മനുഷ്യനായാൽ ആ ബേസിൽ നിന്നേ അവന് വളരാൻ പറ്റും. ആ ബേസ് എന്ന് പറയുന്ന ആർദ്രതയാണ്, കരുണയാണ്, വായ്പാണ്, അൻപാണ്, അല്ലേ? അതുണ്ടാവണം. അതുണ്ടാക്കാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. പഠിപ്പിക്കുമ്പം ഒരു കാര്യം ചിന്തിക്കണം, അവരുടെ മുന്നിൽ നമ്മളങ്ങനെ ആവണം. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരുത്തൻ ഭിക്ഷയാഴ്ച വരുമ്പോൾ ആട്ടിപ്പായിക്കുന്നത് ഈ കുട്ടി കണ്ടാൽ അവനിൽ പിന്നെ നാളെ ദയവായ്പുണ്ടാവണോ, അവന് കരുണയുണ്ടാവണോ, ആർദ്രത ഉണ്ടാവണോ എന്ന് നമുക്ക് കാശ് പിടിക്കാൻ പറ്റും. അപ്പം നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ എന്ത് ചൊല്ലുന്നു അതാണ് അവർ കാണിക്കുന്നത്. നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയോടും കാണിക്കുന്ന സ്നേഹമായിരിക്കും നാളെ അവർ നമ്മോട് കാണിക്കുന്നത്. അപ്പൊ അവരുടെ എല്ലാ മോഡലും ആദ്യം നമ്മളായിരിക്കും, അവസാനം നമ്മളവരും വിട്ടുകളയുന്നതാണ്. അവരുടെ ആദ്യത്തെ മോഡൽ അച്ഛനും അമ്മയാണ്. അത് പറ്റില്ല എന്ന് തോന്നുമ്പോഴാണ് അവർ നമ്മളെ അങ്ങ് വീഴ്ചിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരുടെ എപ്പോഴും നല്ല മോഡലാകാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കുക. പിന്നെ അവരുടെ സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം. ഈ ശ്രദ്ധ എന്ന വാക്കാണ്, സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം. അവന് ആരുമൊക്കെയായിട്ടാണ് കൂട്ട്. ഇപ്പോൾ ഒരു സ്കൂളിൽ നന്നായി പഠിക്കുന്നൊരു കുട്ടി ഒട്ടും പഠിക്കാത്ത, അല്ലെങ്കിൽ പഠിക്കുന്നത് ബുദ്ധിപരമായിരിക്കും, അതിനകത്ത് ചിലപ്പോൾ ആ പഠിക്കാത്തൊരു കുട്ടിക്ക് സ്നേഹം ഉണ്ടാവും, സഹാനുഭൂതി ഉണ്ടാവും, ഇവനോട് നല്ല ഒരു കളങ്കമില്ലാത്ത സ്നേഹത്തിന്റെ നല്ല വ്യക്തിത്വമായിരിക്കും. ചിലപ്പോൾ ബുദ്ധി കുറവുണ്ട്, അല്ലെങ്കിൽ താല്പര്യക്കുറവുണ്ട്, പഠിക്കാതിരിക്കാം. എന്നാൽ പഠിക്കാതിരിക്കുന്നതിനപ്പുറം സ്കൂളിൽ വരാതിരിക്കുക, പഠിക്കാൻ ശ്രമിക്കാതിരിക്കുക, ഒഫൻസുകൾ മാത്രം ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട് നന്നായി പഠിക്കുന്ന നല്ലൊരു അന്തരീക്ഷത്തിൽ നിന്നും പോകുന്ന ഒരു കുട്ടി നിരന്തരമായി കൂട്ടുകൂടിയാൽ തീർച്ചയായിട്ടും അത് ദോഷം. അവന് ചിലപ്പോൾ അറിയില്ല. ഇവന് കൗതുകമുള്ള എന്തെങ്കിലും കാര്യം അവൻ്റെ കയ്യിൽ ഉണ്ടായാൽ മതി. കുട്ടികളാണ്, കൗതുകത്തിൽ ജീവിക്കുന്നവരാണ്. മറ്റവന്റെ പഠിത്തമോ അവന്റെ കുടുംബ മഹിമയോ അവന്റെ കുടുംബ പശ്ചാത്തലമോ ഈ കുട്ടിക്ക് വിഷയമല്ല. ഇവന് കൗതുകമാവുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവനോട് ചേരുമ്പോൾ അതിലേക്കാവോ ഇവന്റെ എല്ലാ കഴിവുകളും നഷ്ടമാവും. അതുകൊണ്ട് നമ്മുടെ കുട്ടി ആരുമായിട്ടാണോ നിരന്തരം ഇടപെടുന്നത് എന്ന് ശ്രദ്ധിക്കുവാൻ നമുക്ക് കഴിയും. അപ്പൊ തന്നെ ഇവനിലുണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുവാൻ നമുക്ക് പറ്റും. ഈ മയക്കുമരുന്നിനും കഞ്ചാവിനും ഒക്കെ അടിമപ്പെടുന്ന കുട്ടികൾ, അല്ലെങ്കിൽ അതിൻ്റെ കാരിയർ ആവുന്ന കുട്ടികളിൽ നമ്മൾ ആദ്യം തന്നെ അവരിൽ ഇതിൻ്റെ ഒരു മാറ്റം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. രക്ഷകർത്താക്കളുടെ ശ്രദ്ധക്കുറവുകൊണ്ട് അവരിലെ മാറ്റം, തുടക്കത്തിലുള്ള മാറ്റം. ഇപ്പൊ ഏത് രോഗവും തുടക്കത്തിൽ ചികിത്സിച്ച് മാറ്റാം, മുറിച്ചു മാറ്റാവുന്ന അവയവാണെങ്കിൽ മുറിച്ചു മാറ്റാം. പക്ഷേ മൊത്തം വ്യാപിച്ചു കഴിഞ്ഞാൽ, ക്യാൻസർ പോലെ മൊത്തം വ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. തുടക്കത്തിൽ നമ്മുടെ സ്വന്തം കുട്ടിയുടെ സാധാരണ രീതിയിൽ നിന്നുള്ള സ്വഭാവ വ്യതിയാനം തുടക്കത്തിൽ കാണുവാൻ അച്ഛനും അമ്മക്കും കഴിയാതെ വരുന്നത് ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ അവരെ നിരന്തരമായി ശ്രദ്ധിക്കണം, അവരുടെ കൂട്ട് ആരുമായും ശ്രദ്ധിക്കണം. അത്തരം കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കും. മറ്റൊന്ന്, കുട്ടികളുടെ കഴിവ് കണ്ടെത്താൻ നമുക്ക് കഴിയും. എല്ലാം ഈ അക്കാഡമിക് നിലവാരം കൊണ്ട് മാത്രം കുട്ടികളെ അളക്കരുത്. ഒരു സ്കൂളിൽ പോയി A+ മുഴുവൻ മേടിച്ചില്ല, അവൻ മോശക്കാരനാണെന്ന് മുദ്രയടിക്കരുത്. അവനിൽ അതിനപ്പുറമുള്ള, പ്രകൃതി കനിഞ്ഞു നൽകിയ അതിനപ്പുറമുള്ള ചില കഴിവുകൾ അവനിലുണ്ട്. പ്രകൃതി ഓരോ വ്യക്തിക്കും ഓരോ കഴിവാണ് കൊടുക്കുന്നത്. എനിക്ക് തരുന്ന കഴിവില്ല ഫൈസൽ സാറിന് തരും, മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ സകല ജീവികൾക്കും ഓരോ കർത്തവ്യവുമായിട്ടാണ് പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്നും വേണ്ട, നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ബാക്ടീരിയ,
നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. എത്രയോ ലക്ഷക്കണക്കിന് മടങ്ങ് വലുതാക്കി കാണിക്കുന്ന ഇലക്ട്രോ മൈക്രോസ്കോപ്പ് കൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ ഇതിനെ കാണുന്നത്. ആ ബാക്ടീരിയയ്ക്ക് അതിനെ സൃഷ്ടിച്ച ആ ശക്തി ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവില്ലാതെ നമുക്കാർക്കും കൂടെ ജീവിക്കാൻ പറ്റില്ല. എന്താണ്? ഈ ഭൂമി മുഴുവൻ കബന്ധങ്ങൾ കൊണ്ട് നിറഞ്ഞേനെ. ഒന്നും ചെയ്യാതെ കബന്ധങ്ങൾ കൊണ്ട്, വേസ്റ്റ് കൊണ്ട് ഈ ഭൂമി മുഴുവൻ നിറഞ്ഞേനെ. മരിക്കുന്നതൊക്കെ വിഘടിതമായി അല്ലെ, പഞ്ചഭൂതങ്ങളായി വായുവിലും വെള്ളത്തിലും ആകാശത്തിലും മണ്ണിലും ലയിക്കുന്നത് ഈ ബാക്ടീരിയകളുണ്ട്. ബാക്ടീരിയ ഇതിനെ വിഘടിപ്പിച്ചിട്ടാണ് ഇതെല്ലാം വേർതിരിച്ച് ഒന്നുമല്ലാതെ ശൂന്യമായി മാറുന്നത്. അത് ആ ബാക്ടീരിയക്ക് നമ്മളെ കൊണ്ട് പറ്റുമോ മറ്റുള്ളതിനെ ഒന്ന് ചെയ്യിക്കാൻ? നമ്മൾ എത്രയോ വലിയ മടങ്ങ് വലിപ്പമുള്ളവരാ, നമുക്ക് പറ്റില്ല. അത് ബാക്ടീരിയക്ക് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ് ജഗദീശൻ. അപ്പൊ അവർക്ക് ആ കഴിവുണ്ട്. അതുപോലെ തന്നെ നമ്മളും പ്രകൃതിയുമായുള്ള ഒരു പരസ്പര ധാരണയുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഒരു ഇന്ററാക്ഷൻ ഉണ്ട്, ഒരു കൊടുക്ക വാങ്ങലുണ്ട് പ്രകൃതിയുമായിട്ട്. എന്താണെന്നറിയാവോ? നമ്മളെല്ലാം പ്രാണവായിട്ട് ഓക്സിജനാണ് ശ്വസിക്കുന്നത് അല്ലെ. നമ്മളെല്ലാം പ്രാണവായിട്ട് ശ്വസിക്കുന്ന ഓക്സിജനാണ്. സസ്യങ്ങളും ഓക്സിജൻ ആയിരുന്നു പ്രാണവായുവായിട്ട് ശ്വസിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? സസ്യങ്ങളും ഓക്സിജനായിരുന്നു പ്രാണവായുവെങ്കിൽ എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? അപ്പോൾ നാം ശ്വസിക്കുന്ന ഓക്സിജൻ, നാം നിശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ അങ്ങോട്ട് പ്രാണവായു എടുത്തുകൊണ്ട് നമുക്ക് പ്രാണവായുവായ ഓക്സിജനെ തിരിച്ച് റീപ്ലേസ് ചെയ്യുന്ന ഒരു സംവിധാനം ഇതാരാ ഉണ്ടാക്കിയത്? ഈ ഓക്സിജൻ തന്നെ സസ്യങ്ങൾക്കും ശ്വസിച്ച പോരായിരുന്നു. ആ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി വെച്ചതാണ്. ആ സംവിധാനത്തിൽ നമ്മളൊരു കൊടുക്ക വാങ്ങല. പ്രകൃതിക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുന്നു, പ്രകൃതി നമുക്ക് ഓക്സിജൻ തരുന്നു, നമ്മൾ പരസ്പരം നിലനിൽക്കുന്നു. അങ്ങനെ സകലതും പരസ്പര കണക്റ്റഡാണ്. പ്രകൃതിയിലെ സകല കാര്യങ്ങളും തമ്മിൽ നമ്മൾ കണക്റ്റഡ്. അതുകൊണ്ട് തന്നെയാണ് പ്രകൃതിയിലെ സകല ജ്ഞാനങ്ങളും സകല അറിവും സകലതും നമ്മുടെ ഉള്ളിലുണ്ട്. ഓരോ ബ്രെയിനിലും ഈ പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളും ഉണ്ട്. അത് കണ്ടെത്തുകയും തിരിച്ചറിയുകയും അത് ബാഹ്യ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത് അപൂർവം ചില ആളുകളാണ്. നമുക്ക് കഴിയില്ല. അതിന് ഒരുപാട് കടമ്പകളുണ്ട് നമ്മുടെ ഉള്ളിൽ മുഴുവൻ. അതാണ് ഞാൻ പറയുന്നത്, ഈ നമ്മൾ കാണുന്ന ജ്ഞാനം മുഴുവനും ആദ്യമാരാ എഴുതിയത്. ഏത് വിഷയത്തെ പറ്റിയാലും അത് ആദ്യം എഴുതിയ ഒരാളുണ്ടല്ലോ. നമ്മൾ റെഫർ ചെയ്യാൻ നമുക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഗൂഗിളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്, ഗൂഗിളുണ്ട്, ഒക്കെയുണ്ട്. നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഉൽപ്പത്തി എവിടുന്നായിരുന്നു? ഇതാരാദ്യം എഴുതി? അയാൾക്ക് ഈ ജ്ഞാനം എവിടുന്ന് കിട്ടി? ഈ ജ്ഞാനം പ്രകൃതിയിൽ നിന്ന്, അല്ലാതെ ഒന്നിൽ നിന്നുമല്ല. അപ്പൊ പ്രകൃതിയുടെ ജ്ഞാനം നമ്മളിലേക്ക് ലഭിക്കുവാനും പരസ്പരം പ്രകൃതിയുമായ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്കുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ സാധ്യമാണെങ്കിൽ ഏറ്റവും പ്രധാനം മെഡിറ്റേഷനാണ്. മനസ്സിന് സ്വസ്ഥത. കുട്ടികളെ പ്രാർത്ഥന പണ്ട് പഠിപ്പിച്ചിരുന്നത് അതിനാണ്. കുട്ടികളെ നമ്മൾ വീടുകളിൽ, അത് ഏത് മതമായാലും, ഇസ്ലാമായാലും ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും, വീട്ടിൽ പ്രാർത്ഥന എന്ന സംവിധാനം വെച്ചിരുന്നത് പ്രകൃതിയുമായുള്ള ബന്ധം ദൃഢപ്പെടുത്താൻ. മെഡിറ്റേഷൻ. സ്വസ്ഥമായി നമ്മൾ കുറച്ചു നേരം ഇരിക്കുമ്പോൾ നമ്മുടെ സകല മാനസിക വ്യാപാരങ്ങളും വെടിഞ്ഞ് പ്രകൃതിയുമായി ഒന്നിക്കുമ്പോൾ നമ്മൾ ആ പാത്തിലെത്തും, ആ ഒരു വഴിയിലെത്തുക. കുറച്ചു നേരം മിണ്ടാതിരുന്ന് നോക്കിയേ, വല്ലാത്തൊരു ഊർജ്ജമല്ലേ നമുക്ക്, ഒരു സുഖമല്ലേ. അതുകൊണ്ട് കുട്ടികളെ ധ്യാനം, അത് ഏത് തരത്തിലായിക്കോട്ടെ, അത് ഭക്തിയൊന്നുമല്ല. അതിന് ധ്യാനം എന്ന് പറയുന്ന ഭക്തിയല്ല, ഒരു മൈൻഡിനെ സ്വസ്ഥമാക്കുക എന്നുള്ളത്. രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമ്മൾ ആരായാലും, അച്ഛനായാലും അമ്മയായാലും മക്കളായാലും ഒന്ന് ശീലിക്കണം. രാവിലെ എണീക്കുമ്പോൾ നമ്മൾ എണീറ്റ ഉടനെ വളരെ ഹറിബറിയാണ്, വ്യാകുലതയാണ്. അയ്യോ, ഇന്ന് എന്തെല്ലാം കാര്യം ചെയ്യണം, ഓഫീസിൽ നിന്നിട്ട് മറ്റേ ഫയൽ ശരിയാക്കണം, അവൻ്റെ മറ്റേ പൈസ കുറച്ച് കൊടുക്കാണ്ട് അത് കൊടുക്കണം, മറ്റേ ആശുപത്രി പോകണം, ഇന്ന് എൻ്റെ പല്ലെടുക്കാൻ പോകണം, ഇന്ന് ഡോക്ടർക്ക് ചെക്കപ്പിന് പോകണം. നിരന്തരം രാവിലെ എണീറ്റ ഉടനെ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി വ്യാകുലപ്പെടുക. മറിച്ച് രാവിലെ എണീറ്റ് ഒരു 10 മിനിറ്റ് ഒന്ന് കണ്ണു അടച്ച് സ്വസ്ഥമായിട്ടൊന്നിരുന്ന് 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് എണീറ്റ ഉടനെ അന്നേച്ചൊന്ന് എണീറ്റ് മൈൻഡ് ഫ്രഷ് ആയിരിക്കും, ഒരു വ്യാകുലത ഉണ്ടാകും. നമ്മൾ സ്വസ്ഥമായി ഇരിക്കുവാൻ കൂടെ കുട്ടികളെ പഠിപ്പിക്കും. ഇതിപ്പോ കുട്ടികൾക്ക് ഭയങ്കര ജോലിയാ. രാവിലെ 6 മണിക്ക് മുമ്പ് എണീക്കണം, എണീറ്റ് സകല കാര്യങ്ങളും
ഓടി ഓടി നടന്നിട്ട് ഒരു ഇഡ്ഡലിയുടെ കഷ്ണം അമ്മ പുറകെ കൊണ്ടുവന്ന് 2 കടി കടിച്ച് ചോടി വണ്ടിയിടത്ത് കയറിയാണ്. പിന്നെ വന്നാലോ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഹോംവർക്കാണ്. അവരുടെ ജോലി അവർക്ക് താങ്ങുന്നതിനപ്പുറം തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാന്നൊരു ചൊല്ലണം. അതുപോലെ കുട്ടികൾക്കും അമിതമായ സ്ട്രെസ്സാ കൊടുക്കണം. അവർ പഠിച്ചോട്ടെ, പഠിക്കാതിരുന്ന പറ്റില്ല. വിദ്യയാണ് ഏറ്റവും വലിയ സമ്പത്ത്, അല്ലെ? അത് പറയുന്നുണ്ട്, വിദ്യ വിട്ട് നരനാവുമോ വിശ്വംഭരിയിൽ വാഴുവാൻ. വിദ്യ വിട്ട് നരനാവുമോ വിശ്വംഭരിയിൽ വാഴുവാൻ. ആയുധം കയ്യിലില്ലാത്തോർ അടരാടുന്നതെങ്ങനെ? വള്ളത്തോളിന്റെ വരികളാ. ആയുധം കയ്യിലില്ലാത്തോർ അടരാടുന്നതെങ്ങനെ? അപ്പൊ വിദ്യ തന്നെയാണ് ഏറ്റവും, അത് വിട്ട് ഒരു മനുഷ്യനും ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല, അല്ലെ? വിദ്യ തന്നെ സർവധനാൽ പ്രധാനം. അതുകൊണ്ട് പരിഷത്തിന്റെ പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, അല്ലെ? പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്ക് പുസ്തകം കയ്യിലെടുത്തോളൂ. അപ്പൊ പുസ്തകം, വിദ്യ, അതിനപ്പുറം ഒന്നുമില്ല, അല്ലെ? അത് കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറും ഏറിടും. കൊണ്ടുപോകത്തില്ല. ഒരു കള്ളനും കൊണ്ടുപോകാൻ പറ്റാത്ത വലിയൊരു സമ്പത്താണ് വിദ്യ എന്ന് പറഞ്ഞാൽ. അത് നേടിക്കോട്ടെ, അത് നേടണം, അവോളം നേടണം. അതുണ്ടെങ്കിൽ വേറെ ഒരു സമ്പത്തും വേണ്ട, വിദ്യ ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർ പഠിക്കുന്നതോടൊപ്പം അവരുടെ മാനസിക വളർച്ചയും വ്യക്തിത്വവും കൂടി വളർത്തുവാൻ ശ്രദ്ധിക്കണം. അതിന് പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് അവരെ തീർച്ചയായിട്ടും സഹാനുബുദ്ധിയുള്ളവരാക്കി വളർത്തുവാൻ മെഡിറ്റേഷൻ അത്യന്താപേക്ഷിതമാണ്. അത് നമ്മൾ കാണിക്കണം. സന്ധ്യക്ക് അല്ലെങ്കിൽ മുസ്ലിം കുടുംബങ്ങളായാലും ക്രിസ്ത്യൻ കുടുംബങ്ങളായാലും ഹിന്ദു ഫാമിലി ആയാലും പ്രാർത്ഥന ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു. ഇപ്പൊ എല്ലാം വിട്ടുപോയി. കുട്ടികൾ സന്ധ്യക്കൊക്കെ മൊബൈലിലാണ്, അല്ലെങ്കിൽ ഏത് സമയത്തും മൊബൈലാണ്. ഒരു ബന്ധവുമില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല, ആരോടും ഒരു കിടപ്പാടില്ല. അപ്പോൾ അത് മാറ്റിയെടുത്ത് കുട്ടികളെ മനുഷ്യനാക്കി വളർത്തുവാൻ വേണ്ടിയുള്ള ശ്രദ്ധ മാതാപിതാക്കൾ കാണിക്കണമെങ്കിൽ അവരിത് ചെയ്യണം. ചെയ്യാതെ പറ്റില്ല. അപ്പൊ ഇങ്ങനെ കുട്ടികളെ കുടുംബാന്തരീക്ഷം നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നില്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസം മുഴുവൻ നഷ്ടമാകും. ഒരു കാര്യത്തെ ഫേസ് ചെയ്യാനുള്ള ശക്തി അവർക്കുണ്ടാവില്ല. നമ്മൾ അവരുടെ കൂടെ ഉണ്ടെന്നൊരു തോന്നൽ, ആത്മവിശ്വാസത്തിലെ തകർന്നു പോകും. സ്വപ്നം കാണാൻ കഴിയില്ല അവർക്ക്. സ്വപ്നം കാണാതെ എന്തെങ്കിലും പറ്റുമോ? ഞാൻ എല്ലാം കൊള്ളില്ലാത്തവനാണ്, അച്ഛനും അമ്മയും വഴക്കിടുന്നു, അച്ഛൻ എന്നെ കമ്പയർ ചെയ്യുന്നു, അച്ഛൻ നിനക്ക് ഒരു കഴിവില്ലെന്ന് പറയുന്നു, എൻ്റെ വാക്കുകൾ അംഗീകരിക്കുന്നില്ല. അപ്പോഴാ അവർക്ക് ആത്മവിശ്വാസം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു ടൗണിൽ നിന്ന് വരുമ്പോൾ നല്ലൊരു പടം, ഫ്രെയിം ചെയ്തൊരു പടം വാങ്ങിക്കൊണ്ട് വരിക. അത് ഞാൻ എൻ്റെ ഹാളിലെ ഒരു ഭിത്തിയുടെ ഒരു വശത്ത് ആണിയിൽ തൂക്കാൻ വേണ്ടി ആണി എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ മോള് വന്നിട്ട് പറയുന്നു, അച്ഛാ അത് അവിടെ അടിക്കണ്ട, ആ ഭാഗത്തിനേക്കാൾ ഭംഗി ഇതാ ഇപ്പുറത്ത് അടിക്കുന്നതാണെന്ന് അവളൊരു സ്ഥലം ചൂണ്ടിക്കാണിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു ഇതുണ്ടല്ലോ, അഹങ്കാരം ഉണ്ടല്ലോ, ഞാൻ ഇവളേക്കാൾ ഒത്തിരി വലുതാണ്, ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് അനുഭവമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ധാർഷ്ട്യം നിമിത്തം അവള് ഒരു കലാപരമായ ബോധത്തിലാണ് പറയുന്നത്, അവിടെ വെച്ചാൽ ഭംഗിയായിരിക്കും, അതിൻ്റെ മൊത്തത്തിലൊരു ആംബിയൻസ് നോക്കിയിട്ടാണ് പറയുന്നത്. ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഇവിടെ തന്നെ അടിക്കുക. എൻ്റെ അഹങ്കാരം, ഹുങ്ക്. അപ്പൊ അവിടെ അവളെ പരിഗണന കിട്ടുന്നില്ല. മറിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തും ഭാര്യയും കൂടെ വീട്ടിൽ കയറി വരുമ്പോൾ അവർ പറയണം, മധുവിടെ ആ പടം അവിടെ അടിക്കരുതായിരുന്നു കേട്ടാ, ഇതാ ഇപ്പുറത്ത് അടിച്ചാൽ മതിയായിരുന്നു. മോള് പറഞ്ഞ സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് അവർ പറയുക. അപ്പൊ മോൾ അടുത്ത് നിൽപ്പുണ്ട്. അപ്പൊ എന്ത് തോന്നും, ഞാൻ പറഞ്ഞതായിരുന്നു ശരി, പക്ഷെ എൻ്റെ അച്ഛൻ സമ്മതിച്ചില്ല, എനിക്കവിടെ പരിഗണന കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ കുട്ടികളെ കൂടെ ഉൾപ്പെടുത്തുക, അവർക്ക് ശരിയായ പരിഗണന കൊടുക്കുക. ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് തോന്നിക്കുക. അത് അവരാരൊക്കെയാണെന്നുള്ള ബോധം വളർത്തും. അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ തകർന്നു പോകും. അപ്പൊ നമുക്ക് അരുണിമ സിൻഹയുടെ കഥ അറിയാലോ. അരുണിമ സിൻഹ എന്ന് കേട്ട് കാണും, അല്ലെ? ഇന്ത്യയിലെ അറിയപ്പെടുന്നൊരു വോളിബോൾ പ്ലെയർ ആയിരുന്നു, ഒരു ഉത്തർപ്രദേശുകാരിയാണ്. അപ്പൊ അവർക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്താ, ലോകം അറിയുന്നൊരു വോളിബോൾ പ്ലെയർ ആവണം. അതിനുള്ള ശ്രമത്തിലാണ്, അതിനുള്ള പരിശീലനത്തിലാണ്, കഠിന പരിശീലനത്തിലാണ് അവർ. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവർക്കൊരു സാധാരണക്കാരിയായ ഒരു കുടുംബിനിയാണ്, വിവാഹമൊക്കെ കഴിഞ്ഞതാണ്, കുട്ടികളൊന്നും ആയിരുന്നില്ല. അപ്പോഴാണ് അവർക്ക് ഡൽഹിയിൽ സെൻട്രൽ എക്സൈസിൽ ഒരു ജോലിക്ക് ഇന്റർവ്യൂ വരുന്നത്. അരുണിമ സിൻഹ ട്രെയിൻ കയറി ഡൽഹിയിലേക്ക് പോവുകയാണ്, ഉത്തർപ്രദേശിൽ. പോകുമ്പോൾ ഏതോ വിജനമായൊരു സ്റ്റേഷനിൽ വെച്ച് കുറച്ച് ട്രെയിൻ കൊള്ളക്കാർ അതിനകത്ത് കിടക്കും. ഉത്തർപ്രദേശിലേക്ക് അറിയാമല്ലോ,
കുറേ മണിക്കൂറുകൾ ചിലപ്പോൾ ജനവാസമില്ലാത്ത പ്രദേശങ്ങളിലൂടെ ട്രെയിൻ പാസ് ചെയ്യും. കൊള്ളക്കാർ കടന്ന് വന്നിട്ട് ഓരോ കമ്പാർട്ട്മെന്റിൽ ആൾക്കാരെ കൊള്ളയടിക്കുക, കാശ് പിടിച്ചു വാങ്ങുന്നു, മാലയും മറ്റു സ്വർണങ്ങളും ഒക്കെ തട്ടിയെടുക്കുന്നു. അപ്പോൾ അരുണിമ സിൻഹയിൽ എന്ന കമ്പാർട്ട്മെന്റിലും കൊള്ളക്കാരെത്തി. ഓരോ യാത്രക്കാരെ അവർ വേദനിപ്പിച്ച് തട്ടിപ്പറിച്ച് ആക്രമിച്ച് ഇങ്ങനെ വരികയാണ്. അരുണിമ സിൻഹ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രതിഷേധിക്കണമെന്നുണ്ട്. അവരുടെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടല്ലോ, അവർ വളരെ ജാഗ്രത ആയിട്ടിരിക്കുക. അപ്പോൾ കൊള്ളക്കാരിൽ ഒരുത്തൻ ഇങ്ങോട്ട് വന്നു, മറ്റുള്ളവരൊക്കെ അങ്ങോട്ട് പോയി, ഒരുത്തൻ ഇങ്ങോട്ട് വന്നിട്ട് അരുണിമ സിൻഹയുടെ കഴുത്തില് ഭർത്താവ് ചാർത്തിയൊരു താലിമാല കിടന്നു. അതിങ്ങോട്ട് എടുത്ത് പറിച്ചിങ്ങ് പൊട്ടിച്ചെടുത്തു. അരുണിമ സിൻഹ ചാടി എണീറ്റ് ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. അയാൾ താഴെ വീണു. ഒരു അലർച്ചയോടുകൂടിയാണ് അയാൾ താഴെ വീണു. അയാളുടെ അലർച്ച കേട്ട് ബാക്കി കള്ളന്മാരെല്ലാം കൂടിക്ക് വന്നിട്ട് അരുണിമ സിൻഹയെ പിടിച്ച് കയ്യിലുണ്ടായിരുന്ന മുഴുവൻ വാങ്ങിയിട്ട് പൊക്കി പുറത്തേക്ക് എറിഞ്ഞു. 250 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന ട്രെയിനിൽ നിന്നും അരുണിമ സിൻഹ താഴത്തേക്ക് ട്രാക്കിലേക്ക് അടുത്ത പാളത്തിലേക്ക് വീണു. ബോധം പോയില്ല, പക്ഷെ കാലും കയ്യും ഒടിഞ്ഞു. അനങ്ങാൻ പറ്റുന്നില്ല. അവിടെയൊക്കെ വിജനമാണ്, ചുറ്റും കാടുകളാണ്, ആരെയും കാണുന്നില്ല. ഒരു മിന്നാമിനുങ്ങിന്റെ വെളിച്ചം പോലും ആ പ്രദേശത്ത് എങ്ങും കാണുന്നില്ല. അത്രക്ക് വിജനമായ ഒരു സ്ഥലമാണ്. നേരം പുലരാറായിട്ടേ ഉള്ളൂ. ആരും ആ വഴിക്ക് വരുമെന്നൊരു പ്രതീക്ഷയുമില്ല. അരുണിമ സിൻഹ നിൽക്കുമ്പോൾ ഭീകരമായ ഒരു സൗണ്ട് കേട്ടു. ഇവർ വീണ് കിടക്കുന്ന ട്രാക്കിന്റെ അങ്ങേ അറ്റത്തു നിന്നൊരു ട്രെയിൻ വരികയാണ്, അടുത്തടുത്ത് വരികയാണ്. അരുണിമ സിൻഹ വളരെ ധൈര്യത്തോടുകൂടി അഴഞ്ഞഴഞ്ഞ് ട്രെയിൻ ട്രാക്കിന് അപ്പുറത്തേക്ക് മാറാൻ ശ്രമിക്കുകയാണ്. കൈ ഒടിഞ്ഞിട്ടുണ്ട്, കാലൊടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ നിരങ്ങി അങ്ങോട്ട് ട്രെയിൻ അങ്ങ് പാസ് ചെയ്തു. വലത് കാലം കൊണ്ട് പോയി. ചോരയിൽ കുളിച്ചു. ബോധം പോയില്ല. അത്രക്ക് ധൈര്യം. വാവിട്ട് കരയുകയാണ്, ആരുമില്ല. നേരം പരപരാ വെളുത്തു വരുന്നവരെ രക്തം ഒഴുകുകയാണ്. അപ്പോഴാണ് ട്രാക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ വരികയാണ്. അദ്ദേഹം കണ്ടു. ഉടനെ എടുത്തു. റെയിൽവേയിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു. ആശുപത്രി കൊണ്ടുവന്ന് പരിശോധിച്ചു. ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് നോക്കിയപ്പോൾ ബാഗ് പരിശോധിച്ചപ്പോഴാണ് ഇത് അരുണിമ സിൻഹയാണെന്ന് മനസ്സിലാവുക. ഇന്ത്യയിലെ ദേശീയ വനിതാ ടീമിലെ അംഗമാണ്. ഉടനെ അവര് നേരെ ആളിന്റെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റി നല്ല പരിചരണവും കൊടുത്തു. അവരെ 3 മാസത്തെ ചികിത്സ. അവരൊത്തിരി ഡിപ്രസ്ഡായിപ്പോയി. ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തൻ്റെ സ്വപ്നങ്ങളെല്ലാം പോയി എന്നൊരു കരുതി. അത് നമുക്ക് ആർക്കും സംഭവിക്കുന്നതല്ലേ? നമുക്കാണെങ്കിലും നമുക്കും പറ്റുമോ? അയ്യോ, ഇനി എൻ്റെ കാര്യങ്ങളൊന്നുമില്ല, എൻ്റെ കാലില്ലാതെ ഞാൻ എങ്ങനെ കളിക്കും? നമുക്കാണെങ്കിലും ഇത്തരം ഒരു പ്രതികൂല അവസ്ഥ വന്നാൽ, ഒരു ദുരന്തം വന്നാൽ നമ്മൾ തകർന്നു പോകും. ഇനി എൻ്റെ ഭാവി നശിച്ചു, എനിക്കൊന്നും ചെയ്യാൻ ജീവിതത്തിൽ കഴിയില്ല എന്നൊരു സങ്കടം, മരിച്ചാൽ മതി എന്നൊരു തോന്നലുണ്ടാവും. പക്ഷെ ഈ തോന്നല് സാർവത്രികമാണ്, ആർക്കും തോന്നാം. പക്ഷെ ആ തോന്നലിനെ വീണ്ടും മനസ്സിലിട്ട് താലോലിക്കുന്നവരാണ് തകർന്നു പോകുന്നത്. എന്നാൽ ആ തോന്നലിനെ 1-2 തവണ കഴിയുമ്പോൾ അവഗണിച്ചിട്ട് ജീവിത പന്ഥാവിലേക്ക് പ്രതീക്ഷയോടെ നോക്കുന്നവർക്ക് ആർക്കും തോൽവി ഉണ്ടാവില്ല. അരുണിമ സിൻഹയ്ക്ക് പറ്റിയത് അവരൊത്തിരി ഡിപ്രസ്ഡായി. ഇനി എന്നെ കൊണ്ടൊന്നും നടക്കില്ല, എൻ്റെ സ്വപ്നങ്ങളൊക്കെ പോയി, കാലില്ലാതെ എങ്ങനെ കളിക്കും, കാലില്ലാതെ വോളിബോൾ കളിക്കാൻ പറ്റും. അങ്ങനെ നിൽക്കുമ്പോൾ 3 മാസം കഴിഞ്ഞ് അവർ വളരെ ക്ഷീണിച്ചു, അവശയായി, പ്രായം ചെന്നവരെ പോലെയായി, അപ്പാട് ബുദ്ധിമുട്ടായി നിൽക്കുമ്പോൾ അവർ ആശുപത്രിയിലെ വേറെ റൂമിലാണ്. ചികിത്സയുടെ അവസാന ഘട്ടമായി. സുഖം പ്രാപിച്ചു, മനസ്സ് സുഖമായിട്ടില്ല. ആത്മഹത്യയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ പത്രം അവർ വായിക്കുകയാണ്. 3 മാസങ്ങൾക്ക് ശേഷമാണ്, ഇനി ഒന്നും ഇല്ല എന്ന് വിധി എഴുതി അവർ പത്രം വായിക്കുമ്പോൾ ആ പത്രത്തിലെ പ്രധാന ന്യൂസ് യുവരാജ് സിംഗ് സെഞ്ചുറി അടിച്ചു എന്നാണ്. 2015 യുവരാജ് സിംഗിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്ന് സെഞ്ചുറി അടിക്കണം എന്ന് ഓർത്തോളാം. ലങ്സിൽ ക്യാൻസർ ബാധിച്ച് വിദേശത്ത് പോയി കീമോതെറാപ്പി കഴിഞ്ഞ് വന്ന് ഉടനെ കളിച്ച കളിയിലാണ് സെഞ്ചുറി വാങ്ങി. ജീവിതം പോയി എന്ന് എല്ലാവരും, ലോകത്തിലെ മുഴുവൻ ക്രിക്കറ്റ് കളിക്കാരും ജനതയും വിധിയെഴുതിയാണ്. ലങ്സിന് ക്യാൻസർ വന്നിട്ട് കീമോതെറാപ്പി കഴിഞ്ഞ് ആകെ പരവശനായി. കീമോതെറാപ്പി കഴിഞ്ഞ് അറിയാമല്ല ഒരാളുടെ ആരോഗ്യനില. അത്രക്ക് അവശനായി വന്ന യുവരാജ് സിംഗ് സെഞ്ചുറി നേടുകയും അദ്ദേഹത്തെ ഡൽഹിയിലെ ഒരു ക്ലബ്ബ് 17 കോടി രൂപയ്ക്ക് ലേലം വിളിച്ചെടുക്കുകയും ചെയ്ത ന്യൂസാണ് പത്രത്തിൽ വന്നത്. ഇത് കണ്ടപ്പോൾ അരുണിമ സിൻഹയ്ക്ക് അകത്തു നിന്ന് എന്തോ ഒരു ഉൾപ്രേരണ, എനിക്കും എന്തുകൊണ്ട് ഇങ്ങനെ മറ്റൊരു ഫീൽഡിൽ ലോകം അറിയുന്ന ഒരാളായിക്കൂടാ. അങ്ങനെ അവർ ലോകത്തിൽ ആദ്യത്തെ എവറസ്റ്റ് കീഴടക്കിയ വികലാംഗയായി മാറി. വെപ്പുകാലുമായി
ഫിറ്റ് ചെയ്ത കൃത്രിമ കാലുമായി എവറസ്റ്റ് കീഴടക്കി. അങ്ങനെ ലോകത്തിലെ 7 കൊടുമുടികൾ കീഴടക്കിയ ഏറ്റവും വലിയ ധീരയായ ഒരു വനിതയായി അരുണിമ സിൻഹ എന്നറിയപ്പെടുന്നു. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നു ആ കഥ. ലോകത്തിൽ എത്രയോ പേർ മോട്ടിവേറ്റ് സ്പീച്ച് ചെയ്യുന്നവര് എത്രയോ പേര് അരുണിമ സിൻഹയുടെ കഥ പറയും. അത്തരം കഥകൾ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ നമുക്ക് തയ്യാറാണ്. കുട്ടികൾ മനസ്സിലാക്കണം, അവരുടെ ആത്മവിശ്വാസം ഉണ്ടാക്കണമെങ്കിൽ അവരുടെ ബേസ് ബോർഡ് ക്ലീൻ ആയാലേ ഏത് കളർ കൊണ്ടും എഴുതാൻ പറ്റും. ഒരുപാട് കളറുള്ള ചോക്ക് നമ്മുടെ കയ്യിലുണ്ട്. ബോർഡ് നിറച്ച് പരുവക്കെട്ടതാണെങ്കിൽ എങ്ങനെ എഴുതും? തെളിമയുണ്ടാവില്ല. അപ്പൊ ആ ബോർഡ് ക്ലീൻ ആവണമെങ്കിൽ അവന്റെ മനസ്സിന്റെ ബേസ്, അവന്റെ മനസ്സ് ശുദ്ധമായിരിക്കണം, സ്വസ്ഥമായിരിക്കണം, നിർമ്മലമായിരിക്കണം, സ്നേഹവും ആർദ്രതയും ഉള്ളതായിരിക്കണം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് അവനെ എത്തിക്കുവാൻ നമുക്ക് കഴിയണം. ഇനി കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും അംഗീകരിക്കുവാനും കുട്ടികൾ പഠിക്കും. പ്രധാനമായും കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിൽ ശരിയോ തെറ്റോ എന്ന യഥാർത്ഥ തീരുമാനമെടുക്കാൻ ഹെൽപ്പാവുന്നത് 21 വയസ്സിലാണ്. 21 വയസ്സാവും. അതുവരെ അപക്വമായ തീരുമാനങ്ങളെ അവർക്ക് എടുക്കാൻ പറ്റും. അവരുടെ കുഴപ്പമല്ല. ടീനേജ് കഴിഞ്ഞ് യൗവനത്തിലേക്കായാലും ഒരു 21 വയസ്സ് വരെ ഒരു വിഷയത്തിൽ ശരിക്ക് യുക്തിപരമായ ഒരു തീരുമാനം എടുക്കുവാൻ, വിവേചിച്ചറിയുവാൻ ഉള്ളൊരു കഴിവ് 21 വയസ്സാണ്. അതുവരെ അവരെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിരിക്കും. അതുകൊണ്ടാണ് വിവാഹപ്രായമൊക്കെ 21 ആക്കണമെന്നൊക്കെ, പെൺകുട്ടികൾക്ക് ആക്കണമെന്നൊക്കെ നമ്മൾ ഇപ്പോഴും പലരും പറയുന്നു. അവർക്ക് തിരഞ്ഞെടുക്കുവാനുള്ള, ചിന്തിക്കുവാനുള്ള, സ്വതന്ത്രമായി ചിന്തിക്കുവാനുള്ള ഒരു കെൽപ്പ്, എടുക്കുന്ന തീരുമാനം ശരിയോ തെറ്റോ എന്നറിയാൻ കുട്ടികൾക്ക് അറിയില്ല. അത് അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അവർ വാശി പിടിക്കും. അതുകൊണ്ട് തന്നെയാണ് അവരറിയാതെ മറ്റിടങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. ഞാൻ പോകുന്ന ഇടം ശരിയോ തെറ്റോ എന്ന് അവർക്കറിയും. ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് അവർക്കറിയും. ആ സമയത്തുള്ള അവരുടെ ഹോർമോണിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളാണ്. അവരുടെ യൗവനത്തിലേക്കുള്ള വളർച്ചയിൽ അവരിലുണ്ടാവുന്ന ഹോർമോണുകൾ അവരിലെ ഒത്തിരി ആന്തരിക പ്രശ്നങ്ങളിലേക്ക് വഴിമാറും. അപ്പോൾ അവരെ നയിക്കുവാനുള്ള ചുമതല നമുക്കുണ്ട്. അപ്പൊ കുട്ടികളത് തിരിച്ചറിയണം. എനിക്ക് പക്വമായൊരു തീരുമാനം എടുക്കാൻ ഇപ്പോൾ കഴിയില്ല എന്നും, അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ, അമ്മ, അധ്യാപകർ ഇവർ എന്നെ നേരായി നയിക്കുമെന്നുള്ളൊരു വിശ്വാസം, അതുപോലെ പരസ്പര വിശ്വാസം ഉണ്ടാണ്. കുട്ടികളിൽ വിശ്വാസം വളർത്തണം. അതിന് ചെയ്യേണ്ട അച്ഛനും അമ്മയും ആദ്യം വിശ്വാസമുള്ളവരായിരിക്കണം. അച്ഛനും അമ്മയും പരസ്പരം സംശയിക്കുന്നവരാണെങ്കിൽ കുട്ടി തീർച്ചയായിട്ടും എല്ലാവരും സംശയിക്കും. അച്ഛനും അമ്മയും അതുപോലെ സത്യം പറയണമെന്ന് നമ്മൾ പറയുകയും, നമ്മുടെ കുട്ടികൾ നിൽക്കുമ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ ഫോൺ ചെയ്യുമ്പോൾ വീട്ടിൽ ഇരുന്നിട്ട് പറയും ഞാൻ എറണാകുളത്ത് നിൽക്കുമെന്ന് പറയും. വീട്ടിൽ ഒരു കൂട്ടുകാരൻ വിളിക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് പറയും എവിടെയാടാ? ഇവിടെ ഞാനിപ്പോൾ എറണാകുളത്താണ്, ഞാൻ വീട്ടിലില്ല. അടുത്ത കൊച്ചു കുട്ടി കേട്ട് നിൽക്കുകയാണ്. അച്ഛനിവിടെ നിൽക്കുകയാണല്ലോ, പിന്നെ എറണാകുളത്ത് പറഞ്ഞു. അങ്ങനെ പറയുന്നതിലും വലിയ കുഴപ്പമില്ല, കാരണം അച്ഛനാ മൂടല്. അപ്പോൾ കുട്ടി തെറ്റ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് നമ്മൾ. തെറ്റ് ചെയ്യരുതെന്ന് പറയുകയും തെറ്റ് ചെയ്യാൻ അവനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന നമ്മളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാം മോഡലാവണം എന്ന് കരുതുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസം. വിദ്യ അവർക്ക് ഏറ്റവും വലിയ മാർഗമാണെന്നും ഗുരുവാണെന്നും അവർക്ക് ബോധ്യപ്പെടണം. പഠിത്തം രസകരമാക്കുവാൻ അവർക്ക് നമ്മളൊരു പരിശീലനം കൊടുക്കണം. പഠിത്തം രസകരമാക്കണം. പഠിത്തം അവർക്കൊരു ഭാരമാവാതെ, ഒരു ബാധ്യതയാവാതെ മാറണം പഠിത്തം. അങ്ങനെ പഠിച്ചവരൊക്കെ രക്ഷപ്പെട്ടുള്ളൂ. നിർബന്ധിച്ച് ഒന്നിനെയും ചെയ്യിക്കാതിരിക്കാൻ ശ്രമിക്കണം. അപ്പൊ നമ്മുടെ കുടുംബ അന്തരീക്ഷം സംശുദ്ധമാകുന്ന കാര്യത്തിൽ, സമാധാനപരമാകുന്ന കാര്യത്തിൽ അച്ഛനും അമ്മയും ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ ആ കുട്ടികൾ തീർച്ചയായും സമൂഹത്തിന് ഗുണകരമായ ഒരു കാര്യവും ചെയ്യാത്ത മോശമായൊരു വ്യക്തിയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഞാൻ ഈ വിഷയത്തിൽ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന കുറെ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. സമയമായോ സാറേ? അതെ അതെ അതെ. ആയി. അപ്പോ ഏതായാലും ഞാൻ ഇത്രയും കാര്യങ്ങൾ, വിപുലമായൊരു വിഷയമാണ്. അത് എൻ്റെതായ ഒരു ശൈലിയിൽ പോരായ്മകളുണ്ട് എന്നെനിക്കറിയാം. എന്നാലും എൻ്റെതായ ഒരു ശൈലിയിൽ ഞാൻ അവതരിപ്പിച്ചു. ഇതിനെനിക്ക് പ്രാപ്തിയാക്കിയത് എൻ്റെ ഫൈസൽ സാറാണ്. കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പോയി പ്രസംഗിക്കുമെന്നല്ലാതെ ഒരു ക്ലാസ് എന്ന ഒരു സ്ട്രക്ചറിൽ, ഒരു ഫ്രെയിമിൽ നിൽക്കാൻ, ഇപ്പൊ ടൈം കീപ്പ് ചെയ്യാൻ ഞാൻ പഠിച്ചത് സത്യം പറഞ്ഞ ഫൈസൽ സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം.
ആ ടൈം കീപ്പ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോയി ആ മൊഡ്യൂള് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ വെബിനാറിൽ ആദ്യമായി പങ്കെടുക്കുകയാണ്. അന്നൊരു സ്വാഗതം പറഞ്ഞതല്ലാതെ ഇതുപോലെ സൂമിലൊന്നും ഞാൻ ഇതുപോലെ സംസാരിച്ചിട്ടില്ല. ലൈവായിട്ട് ഒരുപാട് പരിപാടികളിൽ ഇങ്ങനെ എന്തെങ്കിലും വെച്ച് കീച്ചുന്നു എന്നല്ലാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്നും ചെയ്ത് ശീലിച്ചിട്ടില്ല. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് കിട്ടിയത്. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി ഞാൻ കാത്തിരിക്കും. ഓക്കെ, താങ്ക് യു മധു സാർ. വളരെ നല്ല ഒരു സ്പീച്ച്, നമ്മുടെ ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടുള്ള വളരെ വർത്തായിട്ടുള്ള ഒരു സംസാരമായിരുന്നു മധു സാറിൻ്റെത്. ഒരുപാട് തലങ്ങളിലേക്ക് നമ്മുടെ കമന്റ്സുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സംസാരം എന്ന് പറയുന്നത് അധരങ്ങളിൽ നിന്ന് ചെവികളിലേക്ക് എന്നതിന് പകരം ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക്, ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. അപ്പോഴാണ് നമ്മുടെ സംസാരങ്ങളെ മറ്റുള്ള നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാറുണ്ട് അല്ലെ. ഇൻഫ്ലുവൻസിങ് പവർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് ഏത് മേഖല, ഇപ്പൊ നമ്മളെ വീട്ടില് നമ്മളുടെ മക്കളോട്, അതേപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളോട് ചില ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും തട്ടി മാറ്റൂല. അതൊരു ഇൻഫ്ലുവൻസിങ് പവർ ആണ്. അത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല അല്ലെ. അതേപോലെ തന്നെ ചില ലീഡേഴ്സ്, ഒരു കമ്പനിയിലെ ഒരു മാനേജർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റാഫുകൾ അത് ഏറ്റെടുക്കുന്നത്, ഒരു കമ്മ്യൂണിറ്റിയിൽ സംഘടനകളാവട്ടെ, പൊളിറ്റിക്കൽ പാർട്ടികളാവട്ടെ, എവിടെയാവട്ടെ, പറയുന്നിടത്ത് അല്ലെ, അത് എന്റെ നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അനുസരിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതവിടെ ഒരു ബോണ്ട് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അങ്ങനെ തുടങ്ങി ഏത് മേഖലയിലായി കഴിഞ്ഞാലും ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇവിടെ സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, നന്മകളാവട്ടെ, സുഹൃതങ്ങളാവട്ടെ, അങ്ങനെ തുടങ്ങി ഏത് രീതിയിലും നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നല്ല സംസാരങ്ങൾ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയണം. അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ട്രെയിനിങ്ങുകൾ നമ്മൾ നേടുക, ട്രെയിനിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യുക, വായിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. എന്തായാലും വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു സംസാരത്തിന് പ്രത്യേകം സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ സാറിന്റെ സംസാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ, അതേപോലെ തന്നെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കാനുള്ള അവസരമാണ്. അപ്പൊ മൈക്ക് അതിനു വേണ്ടിയിട്ട് ഞാൻ കൈമാറുന്നു. ബാക്കിയുള്ളവരൊന്ന് ഇടപെട്ട് സംസാരിക്കാം. ഗുഡ് ഈവനിങ് സാർ. ഞാൻ തന്നെ മധു സാറ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിലുള്ള ഷീബാമോനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എന്തായാലും ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള നമുക്ക് തന്ന ആ ഒരു ക്ലാസ്സിന് ആദ്യം തന്നെ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യാണ്. എന്തായാലും ആ ഒരു കവിതകളും കഥകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് ഞാന്. സാർ അത് ഭംഗിയായിട്ട്, ഞാൻ എന്താന്ന് പറയാ, സാറ് നമ്മളെ ഫൈസൽ സാറ് തന്നെ ഒരുപാട് വെബിനാറുകളൊക്കെ ഇടുമ്പോഴും പലപ്പോഴും എനിക്ക് അതിൽ എത്തിച്ചേരാൻ പറ്റാറില്ല. നോക്കുന്ന വിഷയങ്ങളൊക്കെ ചിലപ്പം പറ്റുന്നതാണെങ്കിലും ഇന്ന് ഞാനിപ്പോ എനിക്ക് നാളെ ഒരു വായനാ ദിനത്തിനോടനുബന്ധിച്ച് ഒരു ക്ലാസ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പ്രിപ്പറേഷൻ നടക്കുന്ന ഇടയിലാണ് ഈ ഒരു ഇത് കാണുന്നതും കയറുന്നത്. അപ്പൊ ഇതിനകത്ത് സംസാരിക്കുന്നത് കവിതകളൊക്കെ എഴുതി പിന്നെ നല്ല പരിചയമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞപ്പോ എന്തെങ്കിലും ഒന്ന് എനിക്ക് അതിനകത്തുനിന്ന് കിട്ടാതിരിക്കുമല്ലോ എന്നപ്പോ മസ്റ്റായിട്ടും ഞാൻ ഇതിന് പ്രയോറിറ്റി കൊടുത്തു എന്നുള്ളതാണ്. അപ്പം സാറിന്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ആ കുട്ടി കവിതയില് പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, ബാക്കി 2 ലൈനും കൂടി ഒന്ന് പറയാമോ? പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്ക് ഈ പുസ്തകം കയ്യിലെടുത്തോളൂ. പുത്തനൊരായുധമാണ്. എനിക്ക് ഒരു 2 കുട്ടി കവിതയും കൂടി വേണം സാർ. അത് ഞാൻ സാറ് പേഴ്സണലായിട്ട് ബന്ധപ്പെടുന്നതിൽ വിരോധമില്ലെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് ബന്ധപ്പെടാം. തീർച്ചയായിട്ടും എനിക്ക് നാളെ വാട്സപ്പ് ചെയ്യാം. ആയിക്കോട്ടെ. ഞാൻ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും എനിക്ക് സാറ് ഒന്ന് കവിത ഞാൻ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും സാർ ഈ പറഞ്ഞു കൊണ്ടുവന്ന കാര്യങ്ങള് നമ്മളൊക്കെ പലരും ഇപ്പോ ഫൈസൽ സാറ് പറഞ്ഞ പോലെ നമ്മൾ ഒരു ടോപ്പിക്ക് പല രീതിയിലും സംസാരിക്കും. അപ്പോ അതിനെ സാറിന്റെ രീതിയിൽ സംസാരിച്ചപ്പോ നമുക്ക്
കേട്ടതാവാം, ഞാനൊക്കെ പറഞ്ഞതാവാം. എങ്കിലും അതിനെ സാറിന്റെ രീതിയിൽ പറഞ്ഞപ്പം അതിന് വേറൊരു ഭംഗി വന്നു, അല്ലെങ്കിൽ അത് കൂടുതൽ നമുക്ക് അത് പ്രാവർത്തികമാക്കാമെന്ന് തോന്നി. വളരെയധികം ഭംഗിയാർന്ന ക്ലാസ് തന്നെയായിരുന്നു. അതൊരിക്കലും ഒരു പുകഴ്ത്തൽ, ഇരുത്തിക്കൊണ്ട് പുകഴ്ത്തുന്നല്ല, മനസ്സിൽ നിന്ന് എടുത്തു പറയുക തന്നെയാണ്. പിന്നെ ഇതിനൊക്കെ നമുക്ക് അവസരം തന്ന ഫൈസൽ സാറിനെ എടുത്ത് പറയാതിരിക്കാൻ പറ്റൂല. ശരിയാ. കാരണം സാറ് പറഞ്ഞ പോലെ ഞാനൊക്കെ ഇതിന്റെ മുന്നേ ക്ലാസ്സുകൾ ചെയ്യുന്ന ഒരു അംഗൻവാടി ടീച്ചർ ആയതുകൊണ്ട് തന്നെ എന്റെ സുഹൃത്തുക്കളുടെ അംഗൻവാടികളിലൊക്കെ ഞാൻ ക്ലാസ്സുകൾ ചെയ്യാൻ പോവാറുണ്ട്, എന്റെ മക്കളുടെ സ്കൂളിലെ ക്ലാസ്സുകളിലൊക്കെ പക്ഷെ അതിനൊന്നും ശരിക്കും ഒരു സ്ട്രക്ചർ ഇല്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെ പറഞ്ഞു, പറയും പോലെ ടൈം എന്റെ വലിയൊരു പ്രശ്നമാണ്. ഒരു കറക്റ്റ് ടൈമിന് നിർത്താന്ന് പറഞ്ഞാൽ എനിക്ക് പ്രയാസമായിരുന്നു. പക്ഷെ ആ ടൈം മാനേജ്മെന്റ് കറക്റ്റിന് ഇപ്പൊ 1 മണിക്കൂർ നമുക്ക് തരുമ്പോ അത് എങ്ങനെ നിർത്താം എന്നുള്ളത് ശരിക്കും ഇതിനകത്ത് കയറിയതിനു ശേഷം കിട്ടിയ വലിയൊരു പിന്നെ നമുക്ക് കിട്ടിയ വലിയൊരു കാര്യമാണ്. അപ്പൊ അത് മാത്രല്ല, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഈ ഒരു ഇതിൽ കേട്ട ശേഷം എന്റെ മകൾ ഇതിനകത്ത് വന്നു. അവളും അതിനെ നല്ല രീതിയായിട്ട് ഉപയോഗിക്കുന്നു. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു അക്കാദമിയിൽ ക്ലാസ് ചെയ്തപ്പോ അതെന്റെ സുഹൃത്ത് കേട്ട് അവനും ഇതിനകത്ത് ജോയിൻ ചെയ്തു. അങ്ങനെ കുറെ ആൾക്കാര് നമ്മൾ അറിയാതെ ഇതിനകത്ത് ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ശില്പയുടെ അമ്മയാണോ? ശില്പയുടെ അമ്മ. അതെ അതെ അതെ. മുഖം കണ്ടപ്പോ എനിക്ക് തോന്നി. ശില്പയും മധുസാറും ഒരു ബാച്ചാണ്. ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു, കാരണം ഞാൻ കഴിഞ്ഞ ആ ഒരു സെഷനില് ശില്പയുടെ പ്രാക്ടിക്കൽ സെഷനിൽ അപ്പൊ അന്ന് പറഞ്ഞിരുന്നു അവരുടെ മകളാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഏതായാലും അതും സന്തോഷായി. എനിക്ക് എന്തായാലും ഇന്ന് എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു ബ്ലെസ്ഡ് ഒരു സെഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാറിന്റെ മധു സാറിന്റെ വളരെ എൻലൈറ്റനിങ് ആയിട്ടുള്ളൊരു സെഷനാണ്. സോ ബ്ലെസ്ഡ്. അത്രയും നല്ല, അതായത് ഓരോ പോയിന്റ്സും അത്രയും സാർ പറഞ്ഞ പോലെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് തന്നെയാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്. മക്കളെ വളർത്തുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് വളരെ നമ്മൾക്ക് ഇനി എന്ത് ഒരു ട്രെയിനിങ് സെഷനിലേക്ക് പോകുമ്പോഴും സാറിനെ തന്നെയായിരിക്കും ഫസ്റ്റ് ഒരു സാർ പറഞ്ഞ ഓരോ കാര്യങ്ങളും മനസ്സിലുണ്ട് അല്ലെ. അപ്പൊ അത് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്ക് അത് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഓരോ കാര്യങ്ങൾ. ഞങ്ങള് ശരിക്കും മക്കളെ വളർത്തിയെടുത്ത ഓരോ കാര്യങ്ങളും ഞങ്ങളിങ്ങനെ ഓർത്തെടുത്തു പോയി സാർ ഇങ്ങനെ പറയുമ്പോ. ശരിക്കും നമ്മളൊക്കെ ഒരു ക്ലിയർ പാരന്റ് ആണെന്ന് ചോദിച്ചാൽ ഒട്ടും അല്ല. നമ്മളൊക്കെ ആവുന്നേ ഉള്ളൂ. കാരണം നമ്മൾ ചെയ്തതൊക്കെ ഇതുവരെ ഒരു പാരന്റിങ് പഠിക്കാതായിരുന്നു. നമ്മളത് പഠിച്ചു ചെയ്യുമ്പോഴാണ്, എന്ത് കാര്യം പഠിച്ചു ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു ഭംഗിയുള്ളത്. ഇപ്പോ ഫൈസൽ സാറ് പറഞ്ഞ പോലെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ അതില് ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര സന്തോഷവതിയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിന് പോയ സമയത്ത് രണ്ടാമത് ഒരാഴ്ചന്റെ ഗ്യാപ്പിലാണ് രക്ഷിതാക്കൾക്കും ക്ലാസ് വേണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വീണ്ടും വിളി വന്നത്. പിന്നീട് എനിക്ക് വന്ന വോയിസ്, ഇത് ടീച്ചർ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മനസ്സിൽ ഇടം നേടി എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ, ഓരോ പോസ്റ്റർ നമുക്ക് വരുമ്പോ, ഇന്നിപ്പോ അതിനൊരു പോസ്റ്റർ ഒന്ന് സാറ് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇനാഗ്രേഷൻ ഒക്കെയാണ് എന്നെ ക്ഷണിച്ചത്. അപ്പൊ ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ്. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ ജനറേഷൻ, ഞങ്ങളടക്കമുള്ള ഇപ്പോഴത്തെ ജനറേഷൻ വളരെ ബ്ലെസ്ഡ് ആണ്. ഞങ്ങൾക്ക് എന്ന് വെച്ചാല് ഇങ്ങനെ പറഞ്ഞു തരാനും ഇതുപോലെ സെഷൻസ് എടുത്ത് അത് ഞങ്ങൾക്ക് ശരിപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മാസ്റ്റർ ആവാൻ പറ്റും. എന്തിലും ഞങ്ങൾക്കൊരു മാസ്റ്റർ ആവാൻ പറ്റും. അതാണ് ഏറ്റവും ട്രെയിനിങ്ങിന്റെ പണ്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലല്ലോ. ഞങ്ങൾ സ്കൂൾ പഠിക്കുന്നു, പിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കുന്നു, അല്ലെങ്കിൽ വായിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയെങ്കിൽ അങ്ങനെ. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഡിജിറ്റൽ ഒരു യുഗത്തിൽ നമുക്ക് പറ്റും. അപ്പൊ ഇതുപോലുള്ള ടോക്സ്, ഇതുപോലത്തെ സെഷൻസ്, ഇതുപോലുള്ള ആൾക്കാരെ എടുക്കുമെന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഒരു ഭയങ്കര മോട്ടിവേഷൻ ആവുന്നുണ്ട്. ഇതിപ്പോ എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കണല്ലോ, ഈ കിട്ടിയ വിവരം ഒന്ന് എത്തിച്ചു കൊടുക്കും. ട്രൂലി ഞങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അത്രയും ട്രെയിനർ ആവുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെ. ഒരു സൊസൈറ്റിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സർവീസ് ആണ് സർ. അതുകൊണ്ട് ഫൈസൽ സർ, വൺസ് അഗൈൻ ബിഗ് താങ്ക്സ്. മധു സർ, വെരി വെൽ എന്താ പറയണ്ടേ, അത്രയും ബ്ലെസ്ഡ് ഫീലിംഗ് ആണ് ഇപ്പൊ ശരിക്കും സാറിന്റെ കേൾക്കാൻ ഒരു അവസരം. പറയാനുള്ളത് തന്നെ രണ്ടുപേരെടുത്തും അതുപോലെ തന്നെ ഇതില് പങ്കെടുത്ത എല്ലാവരെടുത്തും, കാരണം നമ്മളുടെ ബാച്ചിന്റെ ഉയർച്ച കാണുമ്പോ ഭയങ്കരമായിട്ട് എന്താ പറയാ, നമുക്ക് ശരിക്കും അതിനകത്ത് ആ ജേണിന്ന് പിന്മാറാൻ തോന്നുന്നില്ല എന്നുള്ളതാണ്.
സാറ് ഈ ഒരു കാര്യം എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യുമ്പോൾ പറയുമ്പോൾ ഞാനൊക്കെ ഓട്ടോമാറ്റിക്കലി സാറ് പറയാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളാണ് ശരിക്കും സാറിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ പരസ്യങ്ങളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ വലിയൊരു ഇത്. എന്തായാലും താങ്ക്സ് സാർ. ഇനിയും നമുക്ക് കണ്ടുമുട്ടാൻ അവസരം ഉണ്ടാവട്ടെ. താങ്ക് യു. താങ്ക് യു ഓക്കെ, താങ്ക് യു. താങ്ക് ഹലോ യു. ഹലോ യെസ് യെസ് ഹലോ യെസ്. സാറേ, ഞാൻ മുസ്തഫയാണ്. മധു സാർ, സാറേ മധു നമസ്കാരം. സാറിന്റെ നമസ്കാരം. മധു സാർ, ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ സെയിം ബാച്ചിലുള്ള ഒരാള് അതിനൊരു ഫ്രൂട്ട്ഫുൾനെസ് നമുക്ക് ആ ഒരു ട്രെയിനിങ് എൻഡ് ആവുന്ന സമയത്ത് ആ ഒരു പ്രസന്റേഷനില് ഒരു സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു സ്പീച്ച് എങ്ങനെ എത്രയും സ്ട്രക്ചർ ആക്കി മാറ്റി എന്നുള്ളത് ഇത് ഭയങ്കര ഒരു, നമുക്ക് എന്താ പറയാ, നമ്മളുടെ ഒപ്പമുള്ള ഒരാള് സക്സസ് ആവുമ്പോ ആ ഒരു സെയിം ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മളും സക്സസ് ആയ ഫീല്. അതേപോലെ നമ്മുടെ ഷീബ മാം ആയാലും ശ്രീജ മാം ഒക്കെ ആയാലും ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ്. ഒരു പാനൽ ഡിസ്കഷൻ പോലെയാണ് ഞാനത് ഇങ്ങനെ കാണുമായിരുന്നു. ഒരു ട്രെയിനറുടെ സ്കോപ്പ് എന്താണ്, ട്രെയിനർ ആയി കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താ, ഒരു പാനൽ ഡിസ്കഷൻ പോലെ. പിന്നെ കുറെ എനിക്ക് നമ്മുടെ ശില്പേനായിട്ട് കണക്ട് ചെയ്യാനും പറ്റി. ശില്പ പറയുന്ന പോലെ തന്നെ ശില്പ തന്നെ. പിന്നെ മധു സാറ് പറഞ്ഞു വന്നതിൽ നമ്മളിങ്ങനെ ഒരു ഫിലിം ഒക്കെ ഇങ്ങനെ കാണുന്ന പോലെ ആ ട്രെയിനിൽ ഇവര് വരുന്നത്, അതിനുശേഷം ട്രെയിനിൽ നിന്ന് വീഴുന്നത്, തള്ളിയിടുന്നത്, അതിനുശേഷം നേരം പരപര വെറുക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അവിടെ നമ്മള് ഒപ്പം മധുസാറിന്റെ ഒപ്പം നമുക്കങ്ങ് എന്താ പറയാ, അതിനോട് കൂടെ സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കൂടെ സഞ്ചരിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ ഒരു നമുക്ക് എന്താ പറയാ, ഒരു നല്ലൊരു കഴിവാണ്. നമുക്ക് വാക്കുകൾ കൊണ്ട് പല ആൾക്കാരും ഇനെക്സ്പ്ലിക്കബിൾ ആയിരിക്കും, വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഇതായിരിക്കും. പക്ഷെ മധുസാറ് ആ ഒരു നല്ലൊരു ഫിലിം കാണുന്ന ഒരു ഫീല് നമുക്ക് കിട്ടി. നമ്മൾ മെറ്റഫർ എന്നൊക്കെ പറയുന്ന പോലെ ആ സംഭവങ്ങള്, കഥകളൊക്കെ നമ്മൾ അതിലോട്ട് നമ്മളങ്ങ് ഉൾക്കൊണ്ട് കൊണ്ടുപോകാന് സാധിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷം. മധുസാറിന്റെ ബാച്ച് ആയാലും ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും താങ്ക് യു സർ. Thank you, താങ്ക് യു Faisal സാർ. sir, for inviting Thank you, Madhu sir sir. for this session. താങ്ക് യു മുസ്തഫ സാർ. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ നമ്മൾ ഒന്ന് രണ്ടുപേരും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ക്ലാസ്, അതേപോലെ തന്നെ സമ്പന്നമായ സെഷൻ. ഓക്കെ, ഗ്രേറ്റ്. ഇനി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നോർമലി നമ്മൾ 8 മണിക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. ബട്ട് എനിവേ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിസ്കഷനിലേക്ക് പോയതുകൊണ്ട്, അതും വളരെ മനോഹരമായിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയതുകൊണ്ട് നമ്മളത് തുടർന്നു പോയതാണ്. വേറെ ആരെങ്കിലും ഒരാൾക്ക് കൂടി അവസരമുണ്ട്, പറയുന്നുണ്ട് ആരെങ്കിലും? മാം പറയൂ. ഓക്കെ, ഫൈസൽ സാർ നമസ്കാരം. മധു സാറിന് നമസ്കാരം. തീർച്ചയായിട്ടും പല പേരന്റിങ്ങിന്റെ ക്ലാസ്സും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ പ്രകൃതിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരു ക്ലാസ് ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ കേൾക്കുന്നത്. എനിക്കൊക്കെ പേരന്റിങ്ങിന് അധികം ക്ലാസ് ഒന്നും കിട്ടി മക്കളെ വളർത്തിയ വ്യക്തിയല്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് തീർച്ചയായിട്ടും പേരന്റിങ്ങിന്റെ ക്ലാസ് ഒത്തിരി കിട്ടുകയും അവരുടെ മക്കളെ വളർത്താൻ ശരിക്കും അറിവുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ അവർക്ക് സമയമില്ല എന്നുള്ളതാണ് വേറൊരു വസ്തുത. ഇപ്പൊ ഇവിടെ സാറ് പറഞ്ഞു തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത്. നമ്മുടെ കുട്ടികളെ ശരിക്കും തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതിയിലാണല്ലോ ഇപ്പോഴത്തെ ആ ഒരു വിദ്യാഭ്യാസത്തിന്റെ പോക്കും. പേരൻസ് ആണെങ്കിലും അതിന്റെ ഒരു പുറകെയുള്ള ഒരു നടപ്പ്. തീർച്ചയായിട്ടും ആ പ്രകൃതിയുമായിട്ടുള്ള ആ കണക്റ്റഡ് ആയിട്ടുള്ള വാക്കുകളും സാറിന്റെ ആ കവിതകളും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഈ വാക്കുകളൊക്കെ ഓർക്കും. തീർച്ചയായിട്ടും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ആദ്യമായിട്ട് സൂമിൽ ക്ലാസ് എടുക്കുകയാണെന്നൊന്നും തോന്നത്തേ ഇല്ല. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാഡം. താങ്ക് യു. ഗ്രേറ്റ്, താങ്ക് യു മാം. വളരെ സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഒരു സമ്പന്നമായിട്ടുള്ള ഒരു സെഷൻ നമ്മളിവിടെ അവസാനിക്കുകയാണ്. സോ ഇവിടെ ഓവറോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ട്രെയിനർ ആകുന്ന സമയത്ത്, ഒരു സ്പീക്കർ ആവുന്ന സമയത്തൊക്കെ തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യനെ സ്നേഹിക്കുന്ന, മാനവികതയുള്ള, മനുഷ്യത്വമുള്ള, പ്രകൃതിയെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരായി, ട്രെയിനർമാരായി, സ്പീക്കർമാരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടി, നേരത്തെ ഇവിടെ മാം പറഞ്ഞ പോലെ തന്നെ ഒരു സർവീസ് ആയിട്ട് നമുക്ക് സൊസൈറ്റിക്ക് നമുക്ക് നൽകാൻ പറ്റുക. നമ്മൾ നൽകുന്ന ക്വാളിറ്റികളാണ് പിന്നീട് നമുക്കത് റിസൾട്ട് ആയിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ക്വാളിറ്റി, ആ ക്വാളിറ്റിയാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മളുടെ ഗുണങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ. ഇതൊക്കെ നമ്മൾ സമൂഹത്തിന് നമ്മൾ കൊടുക്കുമ്പോൾ പിന്നീട് നമുക്ക് അതിന്റെ ഒരു ഫ്രൂട്ട് പിന്നീട് നമുക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ചിന്തയോട് കൂടി തന്നെ എല്ലാവരും മുന്നോട്ട് പോവാം. ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്ത
നമ്മുടെ മധു സാർ എല്ലാവിധ സന്തോഷങ്ങളും, അതേപോലെ തന്നെ ഇന്ന് ജോയിൻ ചെയ്ത അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ഷീബ മാം, അതേപോലെ തന്നെ ശ്രീജ മാം തുടങ്ങിയിട്ട് ഇടപെട്ട എല്ലാവർക്കും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും താങ്ക് യു നന്ദി. സോ മച്ച്. എല്ലാവർക്കും നന്ദി. ശുഭരാത്രി. രാത്രി.